ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും കാര്യങ്ങൾ നമുക്ക് ഓവർനൈറ്റിൽ നോക്കുന്ന സമയത്ത് അത്ര പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളല്ല വരുന്നത്. എസ്പെഷ്യലി ഇന്ത്യ US ട്രേഡ് ഡീലിന്മേൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന ആ ഒരു പീരീഡിനുള്ളിൽ, ആ ഒരു മൊറട്ടോറിയം കാലാവധിക്കുള്ളിൽ ധാരണയിൽ എത്താൻ സാധ്യതയില്ല എന്നാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. അത്തരത്തിൽ കാര്യങ്ങൾ ഒരു വ്യക്തതയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. 20 മുതൽ 25% വരെ താരിഫ് ഇമ്പോസ് ചെയ്യാനുള്ള ഒരു നടപടികളിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും ഇനി കാര്യങ്ങൾ പോവുക എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എഗെയിൻ ഇനി ചൈനയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ചൈനയുമായി നിലവിലുള്ള കരാർ ഓഗസ്റ്റ് 12 മുതൽ 90 ദിവസത്തേക്ക് നീട്ടാനുള്ള ഒരു ടോക്സ് ഒക്കെ കൂടി നടക്കുന്നു. അതിൻ്റെ കാര്യങ്ങളിൽ മേൽ ഇനിയും അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ വരാനുണ്ട്. ഏതായാലും ട്രംപിൻ്റെ മുന്നിൽ മുട്ടുമടക്കാതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം മറ്റ് രാജ്യങ്ങളും ഒക്കെ തന്നെയായിട്ട് ട്രേഡ് ഡീൽ ഉറപ്പിക്കുമ്പോഴും ഇന്ത്യയുമായിട്ട് ഈ ഒരു ധാരണയിൽ എത്താൻ സാധിക്കാത്തതിന് അത് തന്നെയാണ് കാരണമായിട്ട് നിലനിൽക്കുന്നത്. ഇനി ചൈനയുടെ കേസിലേക്ക് വന്നാലും ചൈനയും ഇന്ത്യയും തമ്മിൽ, ഈ രണ്ട് വലിയ നേഷൻസ് തമ്മിലും ഇതുവരെയും കരാറിലെത്താത്തത് മാർക്കറ്റിനെയും നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു പോക്ക് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഒരു വീഴ്ചയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. സാർ, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ജാസ്മിൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം എനിക്ക് തോന്നുന്നു ഇന്നലെ ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ ട്രാവൽ ചെയ്യാൻ നേരത്ത് റോയിറ്റേഴ്സിൻ്റെ ഒരു റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു ചോദിച്ചത്. അതായത് ഇന്ത്യയുടെ മേലിലുള്ള ഈ ട്രേഡ് നമ്മുടെ ഡീല് നടക്കാത്ത സ്ഥിതിക്ക് ഇന്ത്യക്ക് ഏതാണ്ട് 20-25% ടാരിഫ് വരുമോ, അത് ഇന്ത്യ പ്രിപ്പയർഡ് ആണ് അത് കൊടുക്കാൻ എന്നുള്ള രീതിയിലാണ് ആ റിപ്പോർട്ടർ ചോദിച്ചതെന്നുള്ളതാണ്. അതിനെതിരെ അഭിപ്രായമൊന്നും ട്രംപ് പറഞ്ഞില്ല എന്നുള്ള ട്രംപിൻ്റെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ കാണുകയും കൂടെ ചെയ്തത്. അപ്പോൾ ട്രംപ് അതിനകത്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യ ഹാസ് ബീൻ എ ഗുഡ് ഫ്രണ്ട്, ഇന്ത്യ വളരെ നല്ലൊരു സുഹൃത്താണ് അമേരിക്കയുടെ. പക്ഷേ ഇന്ത്യ ചാർജ് ചെയ്യണ ടാരിഫ്, അമേരിക്കയിന്മേൽ ചാർജ് ചെയ്യണ ടാരിഫ് മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അല്ലാതെ വേറെ ഒരു നെഗറ്റീവ്സും ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞില്ല എന്നുള്ള. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവുന്ന വെച്ചാൽ ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന ഡെഡ് ലൈൻ ഇനി 1-2 ദിവസങ്ങൾ മാത്രം ബാക്കി. അതിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു ട്രേഡ് ഡീല്, അത് മിനി ട്രേഡ് ഡീൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലാർജർ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ട്രേഡ് ഡീൽ ആയിക്കോട്ടെ, ഇതുവരെ അതിനെക്കുറിച്ച് അനക്കമൊന്നും ഇല്ല എന്നുള്ള. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പഹൽഗാം അറ്റാക്കിനെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി പാർലമെന്റിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒക്കെ സംസാരിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ സംസാരിക്കാൻ നേരത്ത് തൊട്ടു പുറകിൽ തന്നെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏതായാലും ഇന്ത്യ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ഈ ടോക്സിനെ കുറിച്ച് ഇന്ത്യയുടെ പ്രൊപ്പോസൽ US-ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ദ ബോൾ ഇസ് ഇൻ US കോർട്ട്. അവിടെയാണ്, അതായത് ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനാണ് അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരു അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പറയുന്നത് എന്താ വെച്ചാൽ ഈ പറയുന്ന പോലെ നമ്മുടെ ട്രേഡ് ടോക്ക് നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഏതാണ്ട് ഓഗസ്റ്റ് മിഡോടുകൂടി അവരുടെ ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്ന് അടുത്ത റൗണ്ട് ഓഫ് ടോക്സ് ഉണ്ടാവും. നമ്മൾ ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ കൂടിയായിട്ടായിരിക്കാം നമ്മളൊരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യുന്നത്. താൽക്കാലികമായി ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന ഡെഡ് ലൈൻ കഴിയുന്നതോടുകൂടി ഇന്ത്യക്ക് 20-25% ടാരിഫ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് അൺകൺഫേംഡ് റിപ്പോർട്ട്സും പറയുന്നു. അതല്ല, എയർഫോഴ്സ് വണ്ണിൽ ഇന്നലെ റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ട്രംപ് അതിന് എതിര് പറഞ്ഞുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു താൽക്കാലികമായിട്ട് അത് വരാനുള്ള ചാൻസസ് വളരെ ഹയർ ആണെന്നുള്ള. നമുക്കറിയാലോ, ഒറിജിനലി ഇന്ത്യയുടെ മേൽ US വച്ചിരുന്ന ടാരിഫ് 26% ആണ്. ദിസ് ഈസ് ഓവർ ആൻഡ് അബവ് 10% യൂണിവേഴ്സൽ ടാരിഫ്. അപ്പോൾ യൂണിവേഴ്സൽ ടാരിഫിൻ്റെ മുകളിൽ 26% ആയിരുന്നു. ആ 26 ആണ് ചിലപ്പോൾ വിത്തൗട്ട് എ ട്രേഡ് ഡീൽ 2025 ആയിട്ട് മാറും എന്ന് നമ്മളിപ്പോൾ പറയപ്പെടുന്നത്. അത് കൂടാതെ അടുത്ത ആഴ്ച, ഇപ്പോൾ പറയപ്പെടുന്നത് അടുത്ത ആഴ്ച, എനിക്ക് തോന്നുന്നു അവിടുത്തെ ഇത് മറ്റേ നമ്മുടെ US കോമേഴ്സ് സെക്രട്ടറി ആണെന്നോ, US കോമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്ക് പറയുകയുണ്ടായി, അതായത് ഫാർമ ബിസിനസ്സിനെ തിരിച്ച് US-ൽ കൊണ്ടുവരണമെന്ന് ട്രംപിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് pharma companies that are not manufacturing in US might face a large and very significant tariff എന്നുള്ള. അപ്പോൾ അവിടെ ഈ ഫാർമ റെജീമിൽ അല്ലെങ്കിൽ ഫാർമ ഇൻഡസ്ട്രി ആൻഡ് വെർട്ടിക്കലിൽ ഇന്ത്യൻ കമ്പനീസ് വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ മേ ബി a pharma tariff is expected in 7 to 10 days. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലെ ഫാർമ കമ്പനീസ്, ശരിക്കും പറഞ്ഞാൽ ഫാർമ കമ്പനീസ് വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഔട്ട് പെർഫോമൻസ് ഇല്ലെങ്കിലും വലുതായിട്ട് താഴെ പോയില്ല. അപ്പോൾ ഇന്ത്യൻ ഫാർമ കമ്പനീസിനെ ഈ 2-3 ദിവസം നമ്മളൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു വയ്ക്കുന്നു. അത് കൂടാതെ തന്നെ ശരിക്കും പറഞ്ഞ ഒരു ഗ്രോയിങ് കോറസ് ഉണ്ട്. അതായത് നമ്മൾ റഷ്യനെ, അതായത് റഷ്യയുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ്, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അതായത് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ അപ്പുറമായിട്ട് റഷ്യ യുക്രൈനെ അറ്റാക്ക് ചെയ്തത് കാരണം റഷ്യയുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് മുകളിൽ ഒരു 100% ടാരിഫ് വരാൻ ചാൻസ് ഉണ്ട്. അത് എസ്പെഷ്യലി ഓയിൽ ട്രേഡിംഗ് നേഷൻസിനെ
തന്നെയാണ് ഈ പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇന്ത്യയും ബ്രസീലും ചൈനയാണ്. അവർക്ക് മേൽ 100% ടാരിഫ് വരാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 3 ഹെഡ്വിൻസ് ആയി. ഒന്നെന്ന് പറയുന്നത് US-ന്റെ ടാരിഫ് വിച്ച് കുഡ് ബി 20 to 25, ദാറ്റ് ഈസ് ഓവർ ആൻഡ് അബവ് 10% യൂണിവേഴ്സൽ ടാരിഫ്. ദാറ്റ് ഇസ് വാട്ട്. രണ്ടാമത്തെ കാര്യം ഈ ബ്രിക്കിന്റെ കാര്യത്തിൽ ബ്രിക്സ് നേഷൻസ് ആയ കാരണം ചിലപ്പോൾ ഒരു ടാരിഫ് വരാനുള്ള ചാൻസ് രണ്ടാമത്. മൂന്നാമത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നതിന് 100% ടാരിഫ്. അപ്പോൾ ഇങ്ങനത്തെ 3-4 കാര്യങ്ങൾ ഇന്ത്യക്ക് ഒരു എന്താ പറയുക ഒരു ടെയിൽ വിൻഡായിട്ട് ഇന്ത്യയുടെ മുന്നിൽ നിൽക്കണു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ US മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ S&P 500 മോഡസ്റ്റ്ലി ലോവർ, അതായത് 0.3% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 0.38% ഡൗൺ ആയിരുന്നു എന്നുള്ള. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാത്രി അവിടെ FOMC ഫെഡറൽ മീറ്റിംഗ്. ഈ ഫെഡറൽ മീറ്റിങ്ങിൻ്റെ ആ ഒരു ഔട്ട്കം ഭയന്നാണ് ഇന്നലെ US മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഡിമ്മായി എന്നുള്ളത്. ഇപ്പം ലാർജ്ലി ഗ്ലോബൽ എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ വേൾഡ് ഓവർ മാർക്കറ്റ് അനലിസ്റ്റുകൾ വിചാരിക്കുന്നത് ഈ FOMC മീറ്റിംഗ് ഒരു നോൺ ഈവൻ്റ് ആവും. അതായത് തീർച്ചയായിട്ടും പഴയ പാട്ട് തന്നെ വീണ്ടും പാടും. അതായത് ടാരിഫ് ഒരു സ്റ്റേറ്റസ് കോ ആയിരിക്കും. ടാരിഫ് എന്ന് പറയുന്ന ഒരു ഹേർഡിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചേനെ, ഈ ടാരിഫ് കാരണം US-ന്റെ ഇൻഫ്ലേഷൻ ഹയർ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നിങ്ങനെയൊക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു കമൻട്രി എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വെക്കുന്നത്. ബട്ട് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ FOMC മീറ്റിംഗിൽ എത്ര മെമ്പേഴ്സ് ഫോർ വോട്ട് ചെയ്യണു, എത്ര മെമ്പേഴ്സ് എഗെയിൻസ്റ്റ് വോട്ട് ചെയ്യണു, അതായത് ഡിസെൻറ്റ് വോട്ടുകൾ എത്ര വരുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യം. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് അവിടുത്തെ സെൻറ്റിമെൻറ്റ് എന്നുള്ളത്. ഒരിക്കലും ജെറോം പവലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തമ്മിലുള്ള പൊളിറ്റിക്കൽ ഇതിനേക്കാളും അപ്പുറം മറ്റുള്ള ഗവർണേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടിസിപ്പേറ്ററി മെമ്പേഴ്സ് ഈ FOMCയുടെ അവരുടെ വോട്ടിംഗ് എന്താണ് പറയണമെന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഇന്നലെ US 10-year ബോണ്ട് yield നോക്കുകയാണെങ്കിൽ 4.32%, ഡോളർ ഇൻഡെക്സ് 0.26% അപ്പായിരുന്നു, 98.89 എന്ന് പറയുന്നത്. ബ്രെന്റ് ക്രൂഡ് 4% അപ്പായിരുന്നു എന്നുള്ളത്, അതായത് $72.84 per barrel, അതായത് നിയർലി $73 ആയി മാറി എന്നുള്ളത്. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതായത് ട്രംപ് ഒരു അൾട്ടിമേറ്റം റഷ്യക്ക് കൊടുത്തേക്കാണ്. അതായത് റഷ്യ യുക്രൈൻ തമ്മിലുള്ള സീസ് ഫയർ നെക്സ്റ്റ് 10 to 12 ഡേയ്സിനുള്ളിൽ വരണം. അപ്പോൾ ആ പ്രഷർ പോയിന്റാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓയിലിനെ ഡ്രൈവ് ചെയ്യണം. ഇപ്പോൾ സീസ് ഫയർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓയിൽ തിരിച്ച് റീട്രേസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹയർ ആണ്. അപ്പോൾ നമ്മൾ FOMC മീറ്റിങ്ങിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് കമൻറ്റേറ്റേഴ്സ് ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, എക്സെപ്റ്റ് ആ വോട്ടിംഗ് പാറ്റേൺ നോക്കുക എന്നല്ലാതെ. ബട്ട് മാർക്കറ്റ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ഫ്രൈഡേ വരുന്ന മന്ത്ലി US ജോബ് ഡേറ്റ. US ജോബ് ഡേറ്റ ആയിരിക്കും തീർച്ചയായിട്ടും ഇനിയുള്ള US എക്കണോമി എങ്ങനെ മൂവ് ചെയ്യണം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗൈഡൻസ് തരിക എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു. ഇന്നിപ്പോൾ ഏർണിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റയുടെ ഏർണിങ്സ് ഇന്ന് രാത്രിയാണ്, ആമസോണിൻ്റെ ആപ്പിളും നാളെയാണ് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡ് ടോക്ക് സെക്കൻഡ് ഡേ, അതായത് സ്വീഡന്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 5 മണിക്കൂറോളമാണ് സംസാരം നടക്കുന്നതെന്നുള്ള. അവിടെയും US ട്രേഡ് സെക്രട്ടറി സ്കോട്ട് ബെസന്റും ചൈനയുടെ വൈസ് പ്രീമിയർ, അതായത് വൈസ് പ്രീമിയർ എന്നത് എനിക്കൊന്ന് പ്രീമിയറിന് താഴെ വരുന്ന ഒരു പോസ്റ്റ് ആയിരിക്കണം, അവർ തമ്മിലാണ് ഡിസ്കഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോകം ഒത്തുനോക്കുന്നു എന്നുള്ളതാണ്. അത് ജാസ്മിൻ പറഞ്ഞ പോലെ 12 ഓഗസ്റ്റ് 90 ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു മൊറട്ടോറിയം തീർന്നു. അത് മിക്കവാറും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ മിക്കവാറും ചൈനയിൽ മേൽ അഡീഷണൽ ആയിട്ട് ടാരിഫ് വരാൻ ചാൻസ് ഇല്ല. ദേ വിൽ കണ്ടിന്യൂ ടു ടോക്ക് ടിൽ കൺസെൻസസ് ഇസ് എമർജിങ് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ സിംഗപ്പൂർ ഏഷ്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡേറ്റ വരുന്നത് സിംഗപ്പൂർ മോണിറ്ററി പോളിസി ഡീറ്റെയിൽസ് ആണ്. അവിടെ റേറ്റ്സ് റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്നാണ്. ബട്ട് അവിടുത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി പറയുന്നത് വെച്ചാൽ സെക്കൻഡ് ഹാഫ് ഓഫ് കലണ്ടർ ഇയർ, ഈ കലണ്ടർ ഇയറിന്റെ സെക്കൻഡ് ഹാഫ് വിൽ ബി മച്ച് വേഴ്സ് ദാൻ ദ ഫസ്റ്റ് ഹാഫ് എന്നൂടി പറഞ്ഞു വെക്കുന്നു. നമുക്കറിയില്ല ഈ ട്രംപിന്റെ ടാരിഫ് ഒക്കെ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വന്നപ്പോൾ അവിടുത്തെ പാർലമെന്റിൽ അവിടുത്തെ പ്രൈം മിനിസ്റ്ററിന്റെ സ്പീച്ച് വളരെ രസകരമായിട്ടുള്ളായിരുന്നു. എപ്പോഴെങ്കിലും യൂട്യൂബിൽ നമുക്ക് പ്രേക്ഷകർക്ക് പറ്റുമെങ്കിൽ കാണുക. അതായത് അദ്ദേഹം അവിടെ പറയുന്നത് വെച്ചാൽ വേൾഡ് ഇതുവരെ ചെയ്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിംഗപ്പൂർ ദുബായ് എന്നൊക്കെ പറഞ്ഞ ട്രേഡിംഗ് ഹബ്ബുകളാണ്. അവർ ആസ് ഇറ്റ് ഈസ് അവർ വലിയ എക്കണോമി ആയിരിക്കില്ല, ബട്ട് ഗ്ലോബൽ വാല്യൂ ചെയിനിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഇപ്പം നമ്മളൊരു എയർപോർട്ടിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും പോർട്ടിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും കാർഗോ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ദുബായും സിംഗപ്പൂരും ഒക്കെ വലിയ വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ്
ടെർമിനലാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന പോലെ എന്താ പറയുക, നമ്മൾ കൂടുതലും വലിയ വലിയ ബിസിനസ് ഡീലൊക്കെ സൈൻ ചെയ്യാൻ ദുബായിലും സിംഗപ്പൂരിലും ഒക്കെയാണ് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വെന്യൂ ആയിട്ട് ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത്. സബ്മിറ്റുകൾ കോൺഫറൻസ് ഒക്കെ ദുബായും സിംഗപ്പൂരിലുമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു വലിയ ട്രേഡിംഗ് രാജ്യങ്ങളാണ് ഇതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ട്രേഡിംഗ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ട്രേഡ് ആണല്ലോ ഈ ടാരിഫ് വഴി ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് അഫക്ട് ചെയ്യുന്നത് നമ്മളെ ആയിരിക്കുമെന്ന് സിംഗപ്പൂരിൻ്റെ ലീഡർ അവരുടെ പാർലമെന്റിൽ പറയുന്ന ഒരു സ്പീച്ച് വളരെ രസകരമായിട്ടുള്ള, അതിനകത്ത് ട്രേഡിൻ്റെ എല്ലാ കോണ്ടോസും എങ്ങനെയാണ് ഒരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ നടക്കണമെന്നും എവിടെയാണ് സിംഗപ്പൂരിൻ്റെ റെലവൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻസ് അതിനകത്തുള്ളതെന്നും വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നല്ല നല്ല സ്പീച്ച് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം പഴക്കമുള്ളതാണ്. ബട്ട് ഈവൻ ഇങ്ങനത്തെ ഗ്ലോബൽ ലീഡേഴ്സിൻ്റെ ഒരു സ്പീച്ചൊക്കെ നമുക്ക് കാണാൻ തരുന്ന ഒരു ഗ്ലോബൽ ഔട്ട്ലുക്ക് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ US മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ബോയിങ്ങിൻ്റെ ഏർണിങ്സ്, ഇപ്പോൾ ബോയിങ്ങിനെ സംബന്ധിച്ച് നമുക്കറിയാലോ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ടൈംസ് ആണ്. നമ്മുടെ എയർ ഇന്ത്യയുടെ തന്നെ ഒരു ഫ്ലൈറ്റ് ക്രാഷിനെ കുറിച്ച് നമുക്കറിയാം. ബോയിങ്ങിന് മേൽ ഒരുപാട് ഫിംഗേഴ്സ് പോയിന്റ് ഔട്ട് ചെയ്തു. ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് പൈലറ്റുമാരും ബോയിങ്ങിനെതിരെയായിട്ട് ആഞ്ഞു വന്നിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബോയിങ്ങിൻ്റെ ഏർണിങ്സ് നോക്കുകയാണെങ്കിൽ ശരിക്കും 62% എന്താ ഒരു ഹയർ ആയിട്ടാണ് റവന്യൂ കാണപ്പെട്ടത്. 62% ഗ്രോത്ത് ഇൻ ഇറ്റ്സ് ഏർണിങ്സ് വന്നു. അത് മാത്രമല്ല ബോയിങ് ലോസിൽ ഓടുന്ന കമ്പനി, പക്ഷേ ആ ലോസിനെ ഈ ക്വാർട്ടറിൽ സബ്സ്റ്റാൻഷ്യലായിട്ട് കട്ട് ചെയ്തു. എനിക്കൊരു 57% തന്നെ ലോസ് കട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ 62% ടോപ്പ് ലൈൻ ഗ്രോത്തും ബോട്ടം ലൈനിലെ ലോസ് ഏതാണ്ട് 57% ആയിട്ട് കുറച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാലോ, അതായത് പുതിയ സിഇഒൻ്റെ ടേൺ അറൗണ്ട് ഇനിഷ്യേറ്റീവ്സ് കഴിഞ്ഞ കൊല്ലം മുതൽ തുടങ്ങിയതാണ്. അത് ഈസ് ബെയറിംഗ് ഫ്രൂട്ട് എന്നുള്ളതാണ് ഈ റിസൾട്ട് കാണിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ ക്വാർട്ടറിൽ നമ്മുടെ ട്രംപ് സൗദി അറേബ്യ ഖത്തറിലൊക്കെ പോയപ്പോൾ ഖത്തറായിട്ടൊരു ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ട് ബോയിങ്ങിൻ്റെ കുറേ ഫ്ലൈറ്റ്സ് മേടിക്കാമെന്ന് പറഞ്ഞാൽ ആ ഓർഡറും കൂടി ഈ ക്വാർട്ടറിൽ കയറി വന്നിട്ടുണ്ട്. അതുപോലെ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു ഓർഡറും കൂടി ബോയിങ്ങിന് വന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ ശരിക്കും പറഞ്ഞാൽ ബോയിങ്ങിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പിന്നെ അത് മാത്രമല്ല US മാർക്കറ്റിലെ ലാർജസ്റ്റ് ചിപ്പ് മേക്കർ കമ്പനി ഇൻ ദ വേൾഡ് NVIDIA. ഇപ്പോൾ NVIDIA കുറിച്ചൊരു ന്യൂസ് വന്നതെന്ന് വെച്ചാൽ ഈ NVIDIAയുടെ H20 ചിപ്സ് എന്ന് പറഞ്ഞൊരു ചിപ്സ് ഉണ്ട്. അത് അവർ ശരിക്കും പറഞ്ഞാൽ TSMC എന്ന് പറയുന്ന കമ്പനി, അവരുടെ കോൺട്രാക്ട് മാനുഫാക്ചർ TSMC ആണ്. ഈ TSMC ആണ് ഈ NVIDIAക്ക് വേണ്ടി ഈ H20 ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചൈനയായിട്ട് അടുത്ത കാലത്ത് ഒരു റെസ്ട്രിക്ഷൻസ് US വച്ചിരുന്നു. അതായത് ചൈനയിലേക്ക് നമ്മൾ ചിപ്സ് കയറ്റി അയച്ചു കഴിഞ്ഞാൽ അവരതിനെ ഉപയോഗിച്ച് നമുക്കൊരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് ആവുമെന്ന് US പറഞ്ഞിരുന്നു. അതുകൊണ്ട് സെമി കണ്ടക്ടർ ചിപ്സ് അല്ലെങ്കിൽ GPUs, ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ്, GPUs നമ്മൾ ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് NVIDIAയോട് വളരെ കർക്കശമായി. NVIDIA മാത്രമല്ല, എനിക്ക് തോന്നുന്നു AMD എന്ന് പറയുന്ന കമ്പനി, അതായത് ഈ സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനീസ് ഇൻ US, അവരോട് സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ US അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിരുന്നു എന്നുള്ള. ബട്ട് അടുത്ത കാലത്ത് ഏപ്രിലാണ് ഇത് റെസ്ട്രിക്ട് ചെയ്തെങ്കിലും അടുത്ത കാലത്ത് അവർക്ക് പെർമിഷൻ കൊടുത്തു. അവർ പെർമിഷൻ കൊടുത്തിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ചിപ്സുകളൊന്നും നിങ്ങൾ അയക്കരുത്, പകരം 4th ബെസ്റ്റ് ചിപ്പ്, അതാണ് ഈ H20 എന്ന് പറയുന്നത്. H20 എന്ന് പറഞ്ഞാൽ 4th ബെസ്റ്റ് ചിപ്പ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്തോളൂ. അതായത് ഇവരുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് കമ്പ്യൂട്ടിംഗ് പവറുള്ള NVIDIAയുടെ എന്ന് വെച്ചാൽ H100 എന്ന് പറയുന്നതും ബ്ലാക്ക്വെൽ സീരീസ് പറഞ്ഞ ഒരു പുതിയ സീരീസ് ഓഫ് ചിപ്സ്, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ NVIDIAയുടെ കിറ്റിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പവറുള്ള സാധനം. അതേസമയം H20 എന്നൊക്കെ പറഞ്ഞാൽ കമ്പ്യൂട്ടിംഗ് പവർ കുറഞ്ഞു വരും. അപ്പോൾ US പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ബെസ്റ്റ് ചിപ്സ് ആയ H100ഉം ബ്ലാക്ക്വെൽ സീരീസും നിങ്ങൾ അയക്കരുത്, പകരം 4th ബെസ്റ്റ് ആയിട്ടുള്ള H20 മുതൽ അയച്ചു കൊടുത്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ NVIDIA പറയുന്ന ഒരു കാര്യം വെച്ചാൽ NVIDIAക്ക് ആവശ്യത്തിലേറെ H20യുടെ സ്റ്റോക്ക് പൈൽ അവരുടെ ഇൻവെന്ററിയിലുണ്ട്. എങ്കിലും ചൈനയിൽ നിന്ന് വരുന്ന ഡിമാൻഡ് വളരെ ഹൈ ആയത് കാരണം അവർ പുതിയ ഓർഡറും കൂടെ TSMCക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർ കൂടുതൽ കരുതി വെക്കുന്നു ചൈനീസ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഡീപ് സീക്ക് എന്ന് പറയുന്ന ആ ലാർജ് ലാംഗ്വേജ് മോഡൽ ചൈന ഡെവലപ്പ് ചെയ്തത് ഓൾഡർ NVIDIA ചിപ്സിലാണ്, അതായത് പഴയ NVIDIA ചിപ്സിലാണ്. അതുകൊണ്ടാണ് അതായത് ഡീപ് സീക്ക് എന്ന് പറയുന്നത് മച്ച് ചീപ്പർ ടെക്നോളജി കമ്പയർഡ് ടു അതർ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയാൻ കാര്യം എന്താ, അത് ഉണ്ടാക്കിയിരിക്കുന്ന വളരെ ചീപ്പായിട്ടുള്ളതും ഓൾഡ് ആയിട്ടുള്ളതും ഔട്ട്ഡേറ്റഡുമായിട്ടുള്ള ചിപ്സാണ്. അതിന് വലിയ കമ്പ്യൂട്ടിംഗ് പവറുള്ള ചിപ്സ് ആവശ്യമില്ല എന്നുള്ളതായിരുന്നു ചൈനയുടെ അവിടുത്തെ ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ ആൻഡ് ഇന്നോവേഷൻ. അത് തന്നെയാണ് ലോകം പേടിച്ചതും അന്ന് മാർക്കറ്റ് വീണതും നമ്മൾ കണ്ടതാണ് എന്നുള്ളത് പറഞ്ഞു വെക്കണം. പിന്നെ നമ്മൾ ബാക്ക് ഹോം ഡൊമസ്റ്റിക് രീതിയിൽ നമ്മൾ ഇന്ത്യൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നല്ലൊരു ബൗൺസ് കിട്ടി എന്നുള്ളത്. വളരെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ബൗൺസ് ആയിരുന്നു ഇന്നലത്തെ. അതായത് ലാർജ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒക്കെ നല്ല രീതിയിൽ ഒരു ബൗൺസ് വന്നു എന്നുള്ള. ബട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ മാക്രോയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ FIIs 4600 കോടിക്ക് സെല്ലറായിരുന്നു. ആ സെല്ലർ സെല്ല് ചെയ്തപ്പോൾ കാറ്റത്ത് ഒഴുക്കി കളയാൻ പറ്റില്ലല്ലോ, വെള്ളത്തിൽ ഒഴുക്കി കളയാൻ പറ്റില്ല. ഇതാരെങ്കിലും മേടിക്കണമല്ലോ, മേടിച്ചതാരാ? ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് റീറ്റെയിലേഴ്സും ആണ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി പറയാം,
ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ വലിയ ഓവർ വാല്യൂഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ ഇൻസൈഡർ പ്രൊമോട്ടർ സെല്ലിംഗ് ബ്ലോക്ക് ഡീലിൽ കൂടെയും ബൾക്ക് ഡീലിൽ കൂടെയും വളരെ കാര്യമായിട്ട് നടന്നു എന്നുള്ള ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുകയാണെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഞാനും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റാൻഡാണ്, ഞാനും ഒരു ലോങ്കർ സ്റ്റാൻഡ് തന്നെയായിട്ട് എടുത്തിരിക്കുന്നത്. ബട്ട് ഞാൻ പലപ്പോഴും മാർക്കറ്റിൽ ഈ കോഷ്യസ് ഓപ്റ്റിമിസം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. ലോൺ എടുത്ത പൈസ അല്ലെങ്കിൽ മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ് ഉപയോഗിച്ച് മേടിക്കാതിരിക്കുക എന്നൊക്കെയാണ്. അല്ലാണ്ട് ബെയറിഷ് സ്റ്റാൻഡ് എടുക്കുക എന്നല്ല. അപ്പോൾ ഞാനും മാർക്കറ്റിൽ ഒരു ലോങ്ങർ ടേമിൽ ഞാൻ ഓപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ പോലും പ്രസന്റ്ലി ഞാൻ മാർക്കറ്റിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണെന്നുള്ള കാര്യം. അത് പ്രത്യേകിച്ച് രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഓവർ വാല്യൂഷൻ, രണ്ട് എന്ന് പറയുന്നത് ഈ ഇൻസൈഡർ സെല്ലിംഗ്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ തിലക് നഗർ ഇൻഡസ്ട്രീസ് ഒരു ബ്രാൻഡി കമ്പനിയാണല്ലോ. സോറി, ലിക്കർ കൺസംഷൻ ഈസ് ഇൻജൂരിയസ്, ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞ ഡിസ്ക്ലൈമർ പറഞ്ഞു തന്നെ നമ്മൾ ഈ തുടങ്ങുന്നു. ഈ തിലക് നഗർ ഇൻഡസ്ട്രീസ് സോ ഫാർ ഇറ്റ് ഹാസ് ബീൻ ബ്രാൻഡഡ് ആസ് എ ബ്രാൻഡി കമ്പനി അല്ലെ. മാൻഷൻ ഹൗസിന്റെ ബ്രാൻഡ് നെയിം ഉള്ള കമ്പനിയാണ് ഈ തിലക് നഗർ. തിലക് നഗർ ഒരു വിസ്കി ഏരിയയിലേക്ക് ഫോറേ ചെയ്യാൻ പോണു. ഇംപീരിയൽ ബ്ലൂ എന്ന് പറയുന്ന ബ്രാൻഡ്, അതായത് ഇംപീരിയൽ ബ്ലൂ ഏതാണ്ട് 4150 കോടി എന്റർപ്രൈസ് വാല്യൂവിന് അത് മേടിക്കാൻ പോണു എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഒരു ഫണ്ട് റേസിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചു. ഈ 4150 കോടിയാണല്ലോ അവർ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നല്ലൊരു ബൈ ഒക്കെയാണ്, ഇല്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അതിനെങ്ങനെ ഫണ്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നു. ആ ഫണ്ട് ചെയ്യാൻ പോണ ഡീറ്റെയിൽസ് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അവർ പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി, അതായത് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു 2296 കോടി, അതായത് 2300 കോടിക്ക് അടുപ്പിച്ച് അവർ പ്രിഫറൻഷ്യൽ ഇഷ്യൂ, അതായത് ഇക്വിറ്റിയാണ് അവർ റേസ് ചെയ്യാൻ പോണത്. ബാക്കി 2000 കോടി ഡെപ്റ്റ്. അങ്ങനെ ഇക്വിറ്റിയും ഡെപ്റ്റും കൂടെ ചേർന്ന് 4300 കോടി റേസ് ചെയ്തിട്ടാണ് അവർ ഇംപീരിയൽ ബ്ലൂ മേടിക്കാൻ പോണത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഡെപ്റ്റ് കമ്പോണന്റ് ഞാൻ മാറ്റി വെക്കാം. 2000 കോടിയുടെ ഡെപ്റ്റ് കമ്പോണന്റ് ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ 2296 കോടിയുടെ പ്രിഫറൻഷ്യൽ ഈ അലോട്ട്മെന്റിനെ കുറിച്ച് മാത്രം തിലക് നഗർ ഇൻഡസ്ട്രീസിനെ നോക്കുകയാണെങ്കിൽ ഈ 2296 കോടി ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. പ്രിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ ചിലർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതായത് നമുക്ക് പബ്ലിക്കിന് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ വലിയ FIIs, അതായത് സ്മോൾ ക്യാപ്പ് വേൾഡ് ഫണ്ട്, സുനിൽ സിംഗാനിയയുടെ അബാക്കസ് വെൽത്ത് മാനേജ്മെന്റ് ബൈ ചെയ്യുന്നുണ്ട്, ബന്ധൻ മ്യൂച്വൽ ഫണ്ട് ബൈ ചെയ്യുന്നുണ്ട്, അർപ്പിത് കണ്ടേൽവാൽ എന്ന് പറയുന്ന വലിയൊരു HNI ഇൻവെസ്റ്റർ ഉണ്ട്. ഇവരൊക്കെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടാതെ 306 കോടി സബ്സ്ക്രൈബ് ചെയ്യുന്നത്, ഈ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പ്രൊമോട്ടറാണ്. അതായത് 2300 കോടിയിൽ ഏതാണ്ട് 10% അടുപ്പിച്ച് പ്രൊമോട്ടർ മേടിക്കുന്നുണ്ട് 300 കോടിക്ക് ആണല്ലോ. അത് വളരെ, അതിൽ നമുക്ക് ഐശ്വര്യപ്പെടാനൊന്നുമില്ല. അതായത് കമ്പനിക്ക് ഏതാണ്ട് 4000 ചില്ലാനും കോടി വേണം ഇത് ഫണ്ട് ചെയ്യാൻ. അതിൽ 2000 കോടി മാത്രമേ ഡെപ്റ്റ് എടുക്കുന്നുള്ളൂ. ബാക്കി 2300 കോടി പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴി സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് എടുക്കുന്നു, പബ്ലിക്കിൽ നിന്ന് എടുക്കുന്നില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൽ ഡൊമസ്റ്റിക് ഇൻഷുറൻസ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ FPIs ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതുകൂടാതെ പ്രൊമോട്ടറും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. യാതൊരു കുഴപ്പമില്ല. എത്ര രൂപയ്ക്കാണെന്നറിയോ? ഇതിന്റെ CMP എത്രയാണെന്നറിയോ? 510 രൂപയായിരുന്നു ഇന്നലത്തെ ക്ലോസ്. ഇന്നിപ്പോ 5% വീണിട്ടുണ്ട്, 489. കാരണം എന്താണെന്നറിയോ? 382 രൂപയ്ക്കാണ് മേടിക്കാൻ പോകുന്നത്. അതായത് ആ കമ്പനിയുടെ പ്രൊമോട്ടർ തന്നെ, അല്ലെങ്കിൽ അതിനകത്ത് തന്നെ വലിയ ലാർജ് ഇൻവെസ്റ്റേഴ്സ് തിലക് നഗർ ഇൻഡസ്ട്രീസിന് കൊടുത്തിരിക്കുന്ന വാല്യുവേഷൻ പെർ ഷെയർ 382, മാർക്കറ്റ് കൊടുത്തിരിക്കുന്നത് 510. അപ്പോൾ ഒന്ന് ആലോചിച്ചു, പ്രൊമോട്ടറിനും ഈ വലിയ ലാർജ് ഇൻവെസ്റ്റേഴ്സിനും അറിയാത്ത എന്താണ് നമ്മളെ പോലത്തെ സാധാരണക്കാരൻ അറിയുന്നത്. അപ്പൊ 510 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിന് കമ്പനി അല്ലെങ്കിൽ പ്രൊമോട്ടർ കണ്ടിരിക്കുന്ന ഇൻട്രൻസിക് വാല്യൂ 380 രൂപ, വിച്ച് ഈസ് 25% ഡിസ്കൗണ്ട് ടു CMP. ചിലപ്പോൾ 510 നിന്ന് 380 വരെ കറക്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഇന്നത്തെ 5% കഴിഞ്ഞിട്ട് വീണ്ടും ആ ഷെയർ തിരിച്ചു കയറിയിരിക്കാം. ബട്ട് അതിന്റെ ഒരു വാല്യുവേഷൻ പാരാമീറ്റർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ വാല്യുവേഷൻ പാരാമീറ്റർ വെച്ച് 382 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ മറ്റുള്ള കമ്പനീസ് ഏത് ലെവലിലാണ് ട്രേഡ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇൻസൈഡർ സെല്ലിംഗ് നന്നായിട്ട്, പ്രൊമോട്ടറിന്റെ സെല്ലിംഗ് കമ്പനികളിൽ ധാരാളമായിട്ട് നടന്നു എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ അടിസ്ഥാനം ഇന്ത്യൻ മാർക്കറ്റും അവരുടെ ഷെയർ പ്രൈസും വളരെ ഓവർ വാല്യൂഡ് ആണെന്ന് അവരുടെ പ്രൊമോട്ടർ തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ FIIസും പ്രൊമോട്ടേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ സെല് ചെയ്യാൻ കാര്യം പല സ്റ്റോക്കും ട്രേഡ് ചെയ്യുന്നത് വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ള ലെവലിലാണ്. ഞാനും ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് അട്രാക്റ്റീവ് വാല്യുവേഷനിൽ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ IT സ്റ്റോക്സ് ആണ്. കാരണം IT സ്റ്റോക്സിനെ സറൗണ്ട് ചെയ്ത് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. ആ നെഗറ്റിവിറ്റി ആണല്ലോ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. നമ്മളെ പോലത്തെ ഇൻവെസ്റ്ററിന്റെ ഫ്രണ്ട് എന്താ? നല്ല ക്ലാസ് കമ്പനികൾ ഒരു വൺ ടൈം ഇഷ്യൂ കാരണം അതിന്റെ ഷെയർ പ്രൈസ് ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കുമ്പോഴാണ് നമുക്കൊരു നല്ല ബൈയിങ് പ്രൈസ് വരുന്നത്. നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേടിക്കാൻ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, 10 ലക്ഷത്തിന് വില വരുന്ന സാധനം ആ സെല്ലറിന് ക്യാഷ് അത്യാവശ്യമായതുകൊണ്ട്
6 ലക്ഷത്തിന് സെല് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്ഥലം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 10 ലക്ഷം കണ്ണടച്ചാൽ കിട്ടും എന്നുള്ള സ്ഥലം 6 ലക്ഷത്തിന് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് മേടിച്ചിട്ട് പറയും എനിക്ക് 40% ഡിസ്കൗണ്ട് കിട്ടിയെന്ന് പറയും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ആൾക്കാർ താന്ന് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകില്ല. കാര്യം എന്ന് വെച്ചാൽ അവർ വിശ്വസിക്കുന്ന കയറുന്നതാണ് വാല്യൂ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരിക്കുമുള്ള ബുദ്ധി മാറ്റി വെച്ചിട്ട് വേറൊരു ബുദ്ധി വെച്ചിട്ടാണ് നമ്മൾ വരുന്നതെന്നുള്ള. റിയൽ എസ്റ്റേറ്റിലും മറ്റുള്ള സാധനങ്ങളിലും ഒരു സാധനം ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ വാല്യൂ ബൈ. അതിപ്പോൾ ഐഫോൺ 50,000 രൂപയുടെ ഐഫോൺ നമ്മൾ 40,000 രൂപയ്ക്ക് പുതിയത് ഒറിജിനൽ അതിന്റെ റീറ്റെയിൽ സ്റ്റോറിൽ നമ്മൾ മേടിക്കാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടി. അതേസമയം നമുക്ക് റിയൽ എസ്റ്റേറ്റ് 10 ലക്ഷത്തിന് 6 ലക്ഷത്തിൽ കിട്ടാതെ നമ്മൾ പറയുന്നത് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടി. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രം ഡിസ്കൗണ്ട് സെയിൽ നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ IT സെക്ടറിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ സിറ്റുവേഷൻസ് കാരണം ഇപ്പൊ ഈ പറയുന്ന പോലെ ഏതാണ്ട് ആ കമ്പനി അല്ലെങ്കിൽ ആ സെക്ടറിലെ കമ്പനികൾ ഒരു ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ ഓൺഡ് കാറ്റഗറിയിൽ അത് കിടക്കുകയാണെന്നുള്ള. അതായത് ഇപ്പോൾ TCS നമ്മൾ പറയണത് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലമൊക്കെ 48,500 കോടി ഫ്രീ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനിയാണ് TCS എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഈ വാല്യൂഷനിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാനൊരു റെക്കമെൻഡേഷനായിട്ടോ സോളിസിറ്റേഷനായിട്ടോ അഡ്വൈസായിട്ടോ പറയുകയല്ല. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ആർക്കും ആവശ്യമില്ലാത്ത സാധനങ്ങളിലായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല റിട്ടേൺ കിട്ടണേ. ഓവർ ക്രൗഡ് ആയിട്ടുള്ള ട്രേഡിൽ നമുക്ക് വലിയ പൈസ കിട്ടാറില്ല എന്നുള്ള. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഈ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാർമ കമ്പനീസിൻ്റെയാണ്. ഫാർമ കമ്പനീസിന് ഇനി വരാൻ പോണേ, അതായത് ഇന്ത്യൻ ഫാർമ കമ്പനീസ് എന്നല്ല, US ഫാർമ ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് എസ്പെഷ്യലി US കോമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലട്നിക്ക് പറയണത് എന്താ വെച്ചാൽ 7 ദിവസം 10 ദിവസത്തിനുള്ളിൽ വലിയൊരു ടാരിഫ് ഫാർമ കമ്പനീസിന് അവിടെ വന്നേക്കാം. ഇന്ത്യൻ ഇന്റർമീഡിയറി പ്ലെയേഴ്സ്, ജനറിക് പ്ലെയേഴ്സ് ഒക്കെ അവിടെ ഒരു വലിയ പ്ലെയേഴ്സാണ് US മാർക്കറ്റിൽ. അതുകൊണ്ട് അവിടുത്തെ സ്റ്റോക്കുകളെ, അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ ഫാർമ കമ്പനീസിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞു വയ്ക്കുന്നു. കാര്യം നമുക്കറിയാലോ, നമ്മുടെ നിഫ്റ്റിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒറ്റ എഞ്ചിൻ മാത്രമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ITO റിലയൻസിന്റെ സപ്പോർട്ടോ നിഫ്റ്റിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സൈഡിൽ കൂടെ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽസ് നന്നായിട്ട് ഫയർ ചെയ്യും, അതിൻ്റെ കൂടെ ഫാർമ ഹോൾഡ് ചെയ്തും നിൽക്കുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമുക്ക് തോന്നിയത്, അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് നമുക്ക് തോന്നിയത് ചിലപ്പോൾ നമ്മൾ വലിയൊരു ഹൈ കട്ട് ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷേ അവിടെ നിന്ന് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിന്റെ ഈ പറയുന്ന ഒരു റിസൾട്ട് വന്നപ്പോൾ അതിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമും കുറയും എന്ന് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തെങ്കിലും ഈ പറയുന്ന പോലെ അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേഷനും പ്രൊവിഷനിങ് ഇൻക്രീസ് ചെയ്യുന്നു ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ട് വന്നപ്പോഴാണ് നമുക്കറിഞ്ഞ് NPAs ഇച്ചിരി ചെറുതായിട്ടൊന്ന് കൂടുന്നു എന്നുള്ളത്. അതിന്റെ ബേസിസിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിൽ അടിവരെയും മേജർ ബാങ്ക്സുകളായ കോട്ടക് ബാങ്കിനൊക്കെ നല്ലോണം ICICിക്കും കിട്ടിയെന്നു, അല്ലെ ആക്സിസിനൊക്കെ നന്നായിട്ട് കിട്ടി. ICICI ഭേദപ്പെട്ട റിസൾട്ട് ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ അടി കിട്ടിയത് കാരണം ആ എഞ്ചിനും കൂടെ നിന്നു പോയി എന്നുള്ള. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽസ് വീക്കാണ്, IT വീക്കാണ്, റിലയൻസ് വീക്കാണ്, ഫാർമ ഹോൾഡ് ചെയ്ത് നിന്നിരുന്നു. ഈ ഫാർമയിൽ ടാരിഫ് വരികയാണെങ്കിൽ എങ്ങനെയാണ് നിഫ്റ്റി പെരുമാറാൻ പോകുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എടുത്ത് ചാടി ഒന്നും ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. IMFിൻ്റെ വീണ്ടും ഒരു ഫിഗേഴ്സ് വന്നു. IMF ശരിക്കും പറഞ്ഞാൽ പറയണത് ഗ്ലോബൽ ഗ്രോത്തും ഇന്ത്യൻ ഗ്രോത്തും അവർ ശരിക്കും പറഞ്ഞാൽ റേസ് ചെയ്തു, ഗ്രോത്ത് ഫോർകാസ്റ്റ് റേസ് ചെയ്തു എന്നുള്ള. ഇപ്പോൾ ഗ്ലോബൽ ഗ്രോത്ത് അവർ റേസ് ചെയ്തേക്കുന്നത് 2025 എക്സ്പെക്റ്റഡ് ഗ്രോത്ത് 3% ആണ്. ഈ 3% എന്ന് പറഞ്ഞാൽ ഈ ജൂലൈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഏപ്രിൽ ഫോർകാസ്റ്റിനേക്കാളും 20 ബേസിസ് പോയിന്റ്സ് ഹയർ ആണ്. ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ ഗ്രോത്തിനെ കുറിച്ച് അവർ പറയും. എന്നാൽ 2026 എക്സ്പെക്റ്റഡ് ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ IMF ഫോർകാസ്റ്റ് ചെയ്യുന്ന 3.1% ആണ്. ഈ 3.1% എന്ന് പറയുമ്പോൾ അവരുടെ ഏപ്രിൽ ഫോർകാസ്റ്റ് 10 BPS ഹയർ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലോബൽ ഗ്രോത്തിനെ അവരൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിയുടെ FY 26-27 എക്സ്പെക്റ്റഡ് GDP ഗ്രോത്ത് 6.4% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് IMF എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് IMF പ്രത്യേകം പറഞ്ഞു വയ്ക്കുന്നു, ഈ ടാരിഫ് റിലേറ്റഡ് ഇഷ്യൂ ഇന്ത്യക്ക് ഒരു കൺസേൺ ആവാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ IMF അപ്ഗ്രേഡ് ചെയ്യുന്നു ഗ്രോത്ത് ഒരു സൈഡിൽ. കഴിഞ്ഞ ആഴ്ച മുമ്പേ നമ്മൾ ഇതേ സീറ്റിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ADB പറയുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് ലോവർ ചെയ്തു. അപ്പോൾ ADB ചെയ്തത് എന്താ, 6.7% 6.5% ആയിട്ട് കുറച്ചു. ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന ഗ്ലോബൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താ, ഇത് വെറും ന്യൂസ് വാല്യൂ മാത്രമേ ഉള്ളൂ, ഇതിന് യാതൊരു റെലവൻസും ഇല്ല. ഇത് കണ്ട് ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റും എക്കണോമിയും കണ്ട് പഠിക്കാതിരിക്കുക. ഇത് ഇവരുടെ ജോലിയാണ്, അപ്ഗ്രേഡ് ചെയ്യുക, ഡൗൺഗ്രേഡ് ചെയ്യുക. അവർക്ക് ബോർ അടിക്കുമ്പോൾ ഇത് പൊക്കും, അവർക്ക് ബോർ അടിക്കുമ്പോൾ ഇത് താത്തുന്നല്ലാതെ ഇതിനൊരു മാനദണ്ഡവും ഞാൻ എൻ്റെ 25 കൊല്ലം
വല്ലതും കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ന്യൂസ് എടുത്ത് കളയാം എന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ IMFിൻ്റെയും ADBയുടെയും കാര്യങ്ങളാണ്. കാര്യം ഇവർ പറയുന്ന ഒരു കമൻട്രിയും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. ഇതിനെയാണ് നമ്മൾ പറയുന്ന ആം ചെയർ എക്കണോമിസ്റ്റ്. അതായത് വന്നിരിക്കും, കോട്ട് സൂട്ട് വിട്ടിരിക്കും, കുറേ കാര്യങ്ങൾ വിശകലനം ചെയ്യും, കുറേ ഫിഗേഴ്സ് തന്നിട്ട് പോകും. ഇതൊന്നും മാർക്കറ്റിൽ നടക്കാറില്ല. മാർക്കറ്റിന് അതിൻ്റേതായ ബ്രെയിനാണ്, എക്കണോമിക്ക് അതിൻ്റേതായ ബ്രെയിനാണ്. അതിനെ ഡിസൈഡ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പോൾ IMF പറഞ്ഞിരിക്കുന്നത് ടാരിഫ് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇന്ത്യക്ക് ഉണ്ടാവില്ല. ADB പറഞ്ഞത് ടാരിഫ് കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് കുറയും. ഇപ്പോൾ ഇത് ആരെ വിശ്വസിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ തന്നെയാണ്. കാര്യം ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ തന്നെ വിശ്വസിച്ച് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ബിസിനസ്സുകളും, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും പ്രോഡക്റ്റ് നന്നായിട്ട് ചിലവാകുന്നു ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കമ്പനിയുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നു, അതിൻ്റെ സ്റ്റോക്കും നന്നായിട്ട് പെർഫോം ചെയ്തേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ ലൈവ് മാർക്കറ്റ് പോകുമ്പോൾ ഒരു ചെറിയ ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ന്യൂസ് ഉണ്ട്. അത് നമ്മുടെ ജിയോ ഫിനാൻസിൻ്റെയാണ്. ജിയോ ഫിനാൻസ് ഒരു ഫണ്ട് റൈസിംഗ് പറഞ്ഞിട്ടുണ്ട്. 10,000 കോടിയുടെ ഫണ്ട് റൈസിംഗ് ആണ് കേട്ടോ. ആ 10,000 കോടി ഫണ്ട് റൈസ് പല ഓപ്ഷൻസിൽ കൂടിയാണ് അവർ റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് റൈറ്റ്സ് ഇഷ്യൂ വഴി ആയിരിക്കാം, അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് QIP ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലുമൊക്കെ കോമ്പിനേഷൻ ആയിരിക്കാം. എന്തായാലും അവർ 10,000 കോടി റേസ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. റിലയൻസിൻ്റെ പ്രൊമോട്ടർ അംബാനിക്ക് ഇപ്പോൾ റിലയൻസ് ജിയോ ഫിനാൻസിൽ ശരിക്കും പറഞ്ഞാൽ 47% സ്റ്റേക്ക് ഉണ്ട്. അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പറയുന്നത് ഇവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്ത് 51% മെജോറിറ്റി സ്റ്റേക്കിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് റിലയൻസ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ന്യൂ ഷെയർ അവർ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന പ്രൈസ് മിക്കവാറും 320-നും 325-നും ഇടയ്ക്കായിരിക്കും എന്നാണ് റിപ്പോർട്ട് കിട്ടുന്നത്. നമുക്ക് ഇന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന് രാവിലെ നോക്കാൻ നേരത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന മുമ്പേ റിലയൻസ് ജിയോന്റെ പ്രൈസ്, ജിയോ ഫിനാൻസിന്റെ പ്രൈസ് 321 രൂപ പെർ ഷെയർ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അടുത്ത കാലത്ത് തന്നെ നമ്മൾ ഈ റിലയൻസ് ഇപ്പോൾ ജിയോ ഫിനാൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ പൂനാവാല ഫിൻകോർപ്പിലും അഡാർ പൂനാവാല എന്ന് പറയുന്ന പ്രൊമോട്ടർ ഗ്രൂപ്പ് എൻറ്റിറ്റി ഒരു സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാൻ, അതായത് ക്യാപിറ്റൽ ഇൻഫ്യൂസ് ചെയ്യുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് എനിക്ക് തോന്നുന്നു 1,500 കോടിയാണ് അവർ ഇൻഫ്യൂസ് ചെയ്യണത്. അത് ഇൻഫ്യൂസ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ പൂനാവാല ഫിൻകോർപ്പിന്റെ ഈ ഇതുണ്ടല്ലോ, എന്താണ് ഈ നെറ്റ് വർത്ത് ഏതാണ്ട് 9,700 crores ആയിട്ട് ഉയരും എന്നുള്ളത്. അപ്പോൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഈ NBFCക്കൊക്കെ അവരുടെ നെറ്റ് വർത്ത് ഭയങ്കരമായിട്ട് ഉയരും. കൂടുതൽ ഫണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ലെൻഡ് ചെയ്യാം. അപ്പോൾ പ്രോഫിറ്റബിലിറ്റിയെ ഡയറക്റ്റ്ലി ബാധിക്കുന്നതാണ് ഈ ഫണ്ട് റേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റിലയൻസ് ജിയോ ഫിനാൻസിൻ്റെയും ഈ പൂനാവാല ഫിൻകോർപ്പിൻ്റെയും വളരെ നല്ല ന്യൂസ് ആണ് ഒരു NBFCയെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു സൈഡിൽ ടാറ്റ ക്യാപിറ്റൽ IPO ആയിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. 17,200 കോടിയാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു ഫണ്ട് റേസിങ്ങിനും എക്സ്പാൻഷനും ഗ്രോത്തിനും വേണ്ടിയിട്ടാണെന്നുള്ള. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ലെൻസ്കാർട്ടിൻ്റെ IPO ആണ്. ലെൻസ്കാർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏത് മോഡലായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സിറ്റിയിൽ കാണുന്നതും നമ്മളെല്ലാവരും റീഡിംഗ് ഗ്ലാസ്സിനും ഒക്കെ യൂസ് ചെയ്യുന്നത് ലെൻസ്കാർട്ട് ആണ് എന്നുള്ളതാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് മോഡലാണ്. അവരൊരു IPO ആയിട്ട് വരുന്നു. 2,150 കോടിയുടെ IPO റെഡിയായി എന്നുള്ളതാണ്. ഞാൻ ടെക്നിക്കലി ഒന്ന് മാർക്കറ്റിൽ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു പാസിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ശരിക്കും പറഞ്ഞാൽ സ്വിഗ്ഗിയുടെ ചാർട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. 413 രൂപ എങ്ങാണ്ടായിരുന്നു ഞാൻ മാർക്കറ്റ് തുടങ്ങുമ്പോൾ റേറ്റ്. ഒരു 400-405 ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ബൈയിങ് നടന്നേക്കാം ഈ ടെക്നിക്കലി എന്ന് നോക്കുമ്പോൾ. കാര്യം അവിടെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു സപ്പോർട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ടാറ്റ മോട്ടോഴ്സ് സെറ്റ് ടു അക്വയർ ഇറ്റാലിയൻ ട്രക്ക് മേക്കർ IVECO എന്നുള്ളത്. അതായത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ബില്യൺ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പം ഞാൻ അവരുടെ ശരിക്കും പറഞ്ഞ കാര്യങ്ങൾ നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബൈസ് ആണ് കേട്ടോ. അതായത് ഒരു ചെറിയൊരു കമ്പനി അല്ല ഈ IVECO എന്ന് പറയുന്നത്. ഇറ്റാലിയൻ ട്രക്ക് മേക്കറാണ്. അവിടുന്ന് ടാറ്റ മോട്ടോഴ്സ് ഇത് മേടിക്കാൻ പോകുന്നത്. നമുക്കറിയാലോ ടാറ്റ മോട്ടോഴ്സിൽ ഒരു ഈവന്റ് കിടക്കുന്നു, ഒരു ഡീമർജർ. എന്താണ്, ഒരു പാസഞ്ചർ വെഹിക്കിൾ വേറൊരു സ്റ്റോക്കാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഡീമർജ് ചെയ്ത് വേറൊരു ബിസിനസ് ആക്കുന്നു. അതുകൂടാതെ ഈ പറഞ്ഞ പോലെ കമേഴ്സ്യൽ വെഹിക്കിൾസ് വേറൊരു രീതിയിലാക്കണം. അപ്പോൾ IVECO മേടിച്ചു കഴിഞ്ഞാൽ ആ പുതിയ എൻറ്റിറ്റിയിലേക്ക് മാറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ അവർ JLR മേടിച്ച എത്രയെന്നറിയോ? പണ്ട് ടാറ്റ മോട്ടോഴ്സ് മേടിച്ചത് 2008 $2.3 ബില്യൺ മേടിച്ചത്. ഇപ്പോൾ ഇത് മേടിക്കാൻ വന്ന 4.5 ബില്യൺ ഹയർ ആയിട്ട് തോന്നുമെങ്കിലും 2008 2.3 ബില്യൺ ഇറ്റ്സ് മച്ച് മോർ ബിഗർ എമൗണ്ട് എന്നുള്ളതാണ്. ഇനി ടാറ്റയുടെ പല കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 2007 ടാറ്റ സ്റ്റീൽ കോറസ് മേടിച്ചത് $12 ബില്യൺ അത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ബൈ ആയിരുന്നു കോറസ്. ടാറ്റ സ്റ്റീൽ കോറസിനെ മേടിച്ചത്. അതുകൂടാതെ ടാറ്റ ടി 2000 ടെറ്റ്ലി എന്ന് പറയുന്ന കമ്പനി മേടിച്ചിട്ടുണ്ട്. ഏതാണ്ട് $430 മില്യൺ അതുകൂടാതെ ടാറ്റ കോഫി 2006 ഈ പറയുന്ന പോലെ 8 o'clock കോഫി $220 മില്യൺ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ടാറ്റയുടെ ബൈ ഔട്ടുകളാണ് ഗ്ലോബൽ രീതിയിൽ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ തിലക് നഗർ ഇൻഡസ്ട്രീസിൻ്റെ ഒരു കാര്യം ഞാൻ കോട്ട് ചെയ്യാൻ കാര്യം, എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അവരുടെ കമ്പനിയെ വാല്യൂ ചെയ്യുന്നതും എങ്ങനെയാണ് നമ്മളെ പോലത്തെ ആൾക്കാർ മാർക്കറ്റ്
നമ്മളൊരു സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ 511 രൂപ നമ്മളൊക്കെ വാല്യൂ ചെയ്യുമ്പോൾ കമ്പനി അതിന് ഇട്ടിരിക്കുന്ന വാല്യൂഷൻ അല്ലെങ്കിൽ പ്രൊമോട്ടർ ഇട്ടിരിക്കുന്ന വാല്യൂവേഷൻ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റിൽ 380 രൂപയാണ് 25% ഡിസ്കൗണ്ട് ടു മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫോർ യു. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എന്തുകൊണ്ട് കറക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ FII സെല്ലിങ്ങോ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് താഴെ വീഴുന്നത്. അത് ആരോ ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടാരിഫിനെക്കാട്ടിലും ഇന്ത്യൻ മാർക്കറ്റ് വളരെ ഓവർ വാല്യൂഡ് ആണെന്ന് മനസ്സിലാക്കി തന്നത് നമ്മുടെ പ്രൊമോട്ടേഴ്സും ഇൻസൈഡറും തന്നെയാണ്. മെയിലും ജൂണിലെയും ഫിഗേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, 1,30,30,000 കോടിയോളം ഇൻസൈഡർ സെല്ലിംഗ് ബ്ലോക്ക് ഡീൽ വഴിയും ബൾക്ക് ഡീൽ വഴി ചെയ്തു. ഫണ്ട് റൈസിങ്ങിൻ്റെ ഈ പ്രൈസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ഇന്ത്യൻ മാർക്കറ്റ്. ദാറ്റ് ഡസൻ മീൻ വി ആർ ബെയറിഷ്, വി ആർ ഓപ്റ്റിമിസ്റ്റിക് ഇൻ ദ മീഡിയം ടേം ആസ് വെൽ ആസ് ലോങ്ങർ ടേം. ബട്ട് അധികം എക്സൈറ്റ്മെന്റ് ഇല്ലാതെ, അധികം മാർജിൻ ട്രേഡിംഗ് യൂസ് ചെയ്യാതെ, ലോൺ എടുക്കാതെ മാർക്കറ്റിൽ വളരെ കോഷ്യസ് ആയിട്ട് മാത്രം മൂവ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം ഫാർമ സെക്ടർ ഒന്ന് വാച്ച് ചെയ്യുക എന്നുള്ളതും കൂടെ പറഞ്ഞു വയ്ക്കുന്നു ജാസ്മിൻ. ഏതായാലും സാർ പറഞ്ഞതുപോലെ തന്നെ IMF അടക്കം പല സ്ഥാപനങ്ങളുടെയും പല റിപ്പോർട്ടുകളും നമ്മൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളവും പല സെക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇവയൊക്കെ തന്നെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നിങ്ങളുടേതായ ഒരു മാർക്കറ്റ് ഇൻ്റലിജൻസ് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റിനെ സമീപിക്കുക എന്നുള്ള ഒരു കോഷനാണ് പറയാനുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ മാർക്കറ്റിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കുള്ള സമയമാണ്. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്നും നിഖിലാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, നമ്മൾ ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും താരിഫിൻ്റെ ഒരു കൺസേൺസ് ഒക്കെ നിലനിൽക്കുകയാണ്. മാർക്കറ്റ് വളരെ ഫ്ലാറ്റ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു. 24,800 എന്നുള്ള ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റ് സെക്ടേഴ്സിൻ്റെയൊക്കെ അപ്ഡേറ്റ് എങ്ങനെയാണ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിൽ നിലവിൽ 24,836 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 33 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 17 ഓഹരികളാണ് നിലവിൽ നിഫ്റ്റി 50യിൽ നിന്ന് ഇടിവിലുള്ളത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിലവിലൊരു ഫ്ലാറ്റ് നെഗറ്റീവായ ഒരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് നടക്കുന്നത്. 56,211 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടക്കുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ നിഫ്റ്റി ബാങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ 5 ഓഹരികൾ മാത്രം നേട്ടം രേഖപ്പെടുത്തുമ്പോൾ നിലവിൽ 7 ഓഹരികളെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി ബാങ്കിൽ നിന്ന് ഒരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിലവിലൊരു മികച്ച പെർഫോമൻസ് നിലവിൽ നിഫ്റ്റി 50യിൽ നിന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ലാസർ ആൻഡ് ടൂബ്രോയുടെ ഓഹരികളാണ്. LNT പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4% ഒരു നേട്ടം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് LNTയുടെ ഓഹരികൾക്ക് സാധിക്കുന്നു. ഒരു മികച്ച ഒന്നാം പാദഫലം തന്നെയായിരുന്നു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആ ഒരു മികച്ച പാദഫലത്തിൻ്റെ കരുത്തിൽ തന്നെയാണ് നിലവിൽ കമ്പനിയെ പരിശോധിക്കുമ്പോൾ ഈ ഒരു റാലി നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിലവിൽ LNTയെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി ലഭ്യമായിട്ടുണ്ട്. മോത്തിലാൽ ഓസ്വാൾ നിലവിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബൈ റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് പ്രൈസിൽ മോത്തിലാൽ ഓസ്വാൾ ഒരു അപ്ഗ്രഡേഷൻ നടത്തിയിരിക്കുന്നു. 4,100 രൂപയിൽ നിന്ന് 4,200 രൂപയായിട്ട് LNTയുടെ ടാർഗറ്റ് പ്രൈസ് നിലവിൽ മോത്തിലാൽ ഓസ്വാൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മോത്തിലാൽ ഓസ്വാൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ ശക്തമായൊരു തുടക്കം തന്നെ ഈ ഒരു വർഷത്തിൽ കമ്പനിക്ക് ലഭിച്ചു എന്നൊരു കാര്യമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ 2026 ഒന്നാം പാദത്തിലെ ഓർഡർ ബുക്കും മറ്റും ഒക്കെ പരിശോധിക്കുകയാണെങ്കിലും ഇയർ ഓൺ ഇയറിൽ ഏകദേശം ഒരു 25% ഒരു വളർച്ച കാഴ്ചവെച്ചുകൊണ്ട് ഏകദേശം 6.1 ലക്ഷം കോടി എന്ന് പറഞ്ഞൊരു നിരക്കിലെത്താൻ വേണ്ടിയിട്ട് LNTക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു 2026 ഈ ഒരു ആദ്യത്തെ 9 മാസത്തിലെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിൽ ഓർഡേഴ്സും മറ്റുമൊക്കെ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 15 ലക്ഷം കോടിയുടെ ഒരു ഓർഡേഴ്സും മറ്റും ഓർഡർ ബുക്കാണ് നിലവിൽ കമ്പനിക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏകദേശം 63% ഒരു വളർച്ച ഈ ഒരു ഇനത്തിലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ടിട്ട് കമ്പനി ഇപ്പോൾ ഒരു ഗ്രോത്ത് ഡ്രൈവറായിട്ട് മാറിയിരിക്കുന്നത് ഗ്രീൻ ആൻഡ് എനർജി സെഗ്മെൻറ്റിലാണ് ഈ ഒരു മികച്ച രീതിയിലുള്ള ഒരു ഗ്രോത്ത് നിലവിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ബിസിനസ്സിലേക്ക് കടക്കുകയാണെങ്കിലും ലാസൻ ആൻഡ് ടൊബ്രോയുടെ മിഡിൽ ഈസ്റ്റ് ബിസിനസ്സും വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നു എന്നൊരു കാര്യം നിലയിൽ മോത്തിലാൽ ഓസ്വാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. കൂടാതെ 2026 പരിശോധിക്കുകയാണെങ്കിലും മാനേജ്മെൻറ്റും വളരെ ശക്തമായ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുമുള്ളത്. ഓർഡർ ഇൻഫ്ലോസും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 10% ഒരു വർധനവുണ്ടാകും. റവന്യൂവിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം ഒരു 15% ഒരു വർധനവും കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് LNTയുടെ മാനേജ്മെൻറ്റും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ കോർ ബിസിനസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിലും മികച്ച രീതിയിലുള്ളൊരു റവന്യൂ മറ്റുമൊക്കെ ഈ ഒരു ഇനത്തിൽ നിന്നും കമ്പനിക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളൊരു വ്യൂ കൂടിയാണ് നിലവിൽ ഇപ്പോൾ LNTയെ സംബന്ധിച്ചിടത്തോളം മോത്തിലാൽ ഓസ്വാൾ നിലവിൽ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് LNTയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. മറ്റ് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സും മറ്റുമൊക്കെ ഏകദേശം 1.25% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഭാരതി എയർടെൽ പരിശോധിക്കുകയാണെങ്കിലും JSW സ്റ്റീൽ പരിശോധിക്കുകയാണെങ്കിലും 0.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1% നേട്ടം ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു.
ഏഷ്യൻ പെയിൻസിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്തായിരുന്നു ഏഷ്യൻ പെയിൻസിൻ്റെ ഒരു പാദഫലം വന്നിട്ടുണ്ടായിരുന്നത്. നെറ്റ് പ്രോഫിറ്റിലും മറ്റുമൊക്കെ കമ്പനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നേരിട്ടെങ്കിൽ കൂടും. കമ്പനിയുടെ വോള്യത്തിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു വർധനവ് നിലവിൽ ഏഷ്യൻ പെയിൻസിന് ഒരു താങ്ങാവുന്നു. നിലവിൽ ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം മോത്തിലാൽ ഒസ്വാളിൻ്റെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ വ്യൂ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിലവിൽ 2500 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഡേയ്സും മറ്റുമൊക്കെ ഇനി വരാൻ പോകുന്നതിലും നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻസിന് ചലഞ്ചിങ് ഡേയ്സ് തന്നെയാണ് നിലനിൽക്കുന്നത് എന്നൊരു കാര്യമാണ് മോത്തിലാൽ ഒസ്വാൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ അർബൻ മേഖലയിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിൽ ഡിമാൻഡിലും മറ്റുമൊക്കെ ഒരു റിക്കവറി ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും റൂറൽ മേഖലയിലും മറ്റുമൊക്കെ ഒരു സ്റ്റേബിളായിട്ട് മുൻപുണ്ടായിരുന്ന രീതിയിലുള്ളൊരു ഡിമാൻഡും മറ്റുമൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എബിഡ മാർജിൻ ഗൈഡൻസും മറ്റുമൊക്കെ നിലവിൽ മോത്തിലാൽ ഒസ്വാൾ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഏകദേശം 18% മുതൽ 20% വരെയുള്ള ഒരു എബിഡ മാർജിൻ കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. 2026 ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 700 കോടി രൂപയുടെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും മറ്റുമൊക്കെയാണ് കമ്പനി നടത്താൻ വേണ്ടി പോകുന്നത്. കൂടാതെ 2026-27 കാലഘട്ടത്തിലുള്ള കമ്പനിയുടെ എസ്റ്റിമേറ്റ്സ് നിലവിൽ ഇപ്പോൾ മോത്തിലാൽ ഒസ്വാൾ അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിലവിൽ നിഫ്റ്റി 50-ൽ ഇടിവ് നേരിടുന്ന ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഓഹരികൾ ഏകദേശം ഒരു 3.5% ഇടിവ് രേഖപ്പെടുന്നു. ഡോക്ടർ റെഡ്ഡീസ് 1.5%, ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഓഹരികൾ ഏകദേശം 1% മുകളിലുമുള്ളൊരു ഇടിവ് കാഴ്ചവെക്കുമ്പോൾ ഇറ്റേണൽ ഓഹരികൾ നിലവിൽ ഏകദേശം 1.25% മുകളിലേക്കുള്ളൊരു ഇടിവിലേക്കും കടന്നിരിക്കുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 56,197 എന്ന് പറഞ്ഞൊരു നിരക്കിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ബാങ്കിൽ നിന്നും കമ്പനികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ഏകദേശം 1.5% മുകളിലും ആക്സിസ് ബാങ്ക് 1% ഉള്ളൊരു നേട്ടം നിലനിർത്തുന്നു. ഇൻഡസിൻഡ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും 0.5% മുകളിലൊരു നേട്ടം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നു. എങ്കിൽ കൂടിയും IDFC ഫസ്റ്റ് ബാങ്ക് ഓഹരിയും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ ഏകദേശം 1% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു. കാനറ ബാങ്ക് 0.5% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ICICI ബാങ്ക് ഓഹരികൾ ഏകദേശം 0.5%ഉള്ളൊരു ഇടിവ് പ്രകടമാക്കുന്നു. ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള HDFC ബാങ്ക് മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും കോട്ടക് മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണെങ്കിലും ഒക്കെ മാർജിനലായിട്ടുള്ള ഒരു ഇടിവ് കൂടിയാണ് നിലവിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് സെക്ടേഴ്സിൻ്റെ പെർഫോമൻസിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിലൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ്. എങ്കിൽ കൂടിയും കൂടുതൽ സെക്ടറുകൾ പരിശോധിക്കുമ്പോൾ നിലവിലൊരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ സൂചിക മാത്രമാണ് ഇപ്പോൾ നിലവിലൊരു മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം, ഏകദേശം 0.5%ഉള്ളൊരു മുന്നേറ്റം രേഖപ്പെടുന്നത്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട സൂചികകളിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ ഒരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി റിയൽറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 9,149 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചറിൽ ട്രേഡിംഗ് പുരോഗമിക്കുന്നത്. ഇതിൽ തന്നെ കമ്പനികളുടെ മറ്റുമൊക്കെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലാസൻ ആൻഡ് ടബ്രോ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഹോട്ടൽസ് ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. അംബുജ സിമൻസ് ഓഹരികൾ 0.25%, ഭാരതി എയർടെൽ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലുമുള്ളൊരു നേട്ടം കാഴ്ചവെക്കുന്നു. എങ്കിൽ കൂടി മറ്റ് ഓഹരികളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം അടക്കമുള്ള ഓഹരികൾ ഏകദേശം 2% മുകളിൽ ഇടിവ് രേഖപ്പെടുന്നു. ഗെയിൽ ഓഹരി 1% മുകളിലും അശോക് ലേലൻഡ് ഓഹരികൾ 0.25% മുകളിലുമുള്ളൊരു ഇടിവ് രേഖപ്പെടുമ്പോൾ ONGC സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% ഒരു ഇടിവും കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ സൂചിക പരിശോധിക്കുകയാണെങ്കിലും ഒരു മാർജിനലി പോസിറ്റീവായൊരു നിരക്കിൽ 9,414 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി മെറ്റൽ സൂചികയും കാഴ്ചവെക്കുന്നു. നിഫ്റ്റി മെറ്റൽ സൂചികയിൽ നിന്ന് നിലവിൽ രത്നാമണി മെറ്റൽസ് ട്യൂബ്സ് ലിമിറ്റഡ് ഓഹരികൾ ഏകദേശം 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. JSW സ്റ്റീൽ 0.5% മുകളിലുള്ള നേട്ടം പ്രകടിപ്പിക്കുമ്പോൾ വേദാന്ത അടക്കമുള്ള ഓഹരികൾ ഒരു ഇടിവ് രേഖപ്പെടുന്നു. അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് ജാസ്മിൻ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ നിരക്കിൽ 24,840 എന്ന് പറഞ്ഞൊരു നിരക്കിലും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റ് നെഗറ്റീവായൊരു നിരക്കിലും ട്രേഡിംഗ് നടക്കുന്നു എന്നൊരു വാർത്തയാണ് ജാസ്മിൻ നമുക്ക് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ് ആയിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് നിഖിൽ പങ്കുവച്ചത്. ഏതായാലും നമുക്ക് ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്കിലേക്ക് തന്നെ ആദ്യം പോകാം. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുകയാണ്. 24,800 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ആദ്യത്തെ മിനിറ്റുകളിൽ നിഫ്റ്റി 50ക്ക് സാധിക്കുന്നുണ്ട്. ധാരാളം കൺസേൺസ് എസ്പെഷ്യലി താരിഫിൻ്റെ കേസിലും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് നമുക്ക് നിഫ്റ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്?
ജാസ്മിൻ, നിഫ്റ്റി 50യുടെ കേസിൽ കഴിഞ്ഞ ആഴ്ച തന്നെ നിഫ്റ്റി 50യിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇറ്റ് വാസ് ഓൺലി ഷോർട്ട് കവറിംഗ് ഇൻ ദ കേസ് ഓഫ് നിഫ്റ്റി 50. ആൻഡ് നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക് ആ ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 27,200 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്നോ. അഗെയിൻ സാർ, നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇന്നൊരു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡിംഗ് കാണുന്നത്. 56,159 എന്നുള്ളൊരു നിലവാരത്തിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രെൻഡ്, ഒരു സൈഡ് വൈസ് എന്നുള്ളൊരു നിലയിലേക്ക് മാറുകയാണ്. വീണ്ടും തുടർന്നൊരു ബുള്ളിഷ് സെന്റിമെന്റിലേക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് മാറണമെങ്കിൽ നമ്മൾ ഇനി വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയായിരിക്കും? ജാസ്മിൻ, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്ക് ഒരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 56,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും നിഫ്റ്റി ബാങ്ക് ബ്രേക്ക് ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 55,600. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. പ്രദീപ് സർ, ക്വാർട്ടർലി നമ്പേഴ്സ് വന്നിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനി ഏഷ്യൻ പെയിന്റ്സ് ആയിരുന്നു. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 1% കൂടുതലുള്ള ഒരു നേട്ടം, 1.45% ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിസൾട്ടുകളെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് വോള്യൂം ഗ്രോത്ത് ആണ്. അതായത് വോള്യൂം ഗ്രോത്ത് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഇത്തവണ ഏഷ്യൻ പെയിന്റിന് സാധിച്ചിട്ടുണ്ട് വോള്യത്തിൽ. അതോടൊപ്പം തന്നെ ഇനി ഏഷ്യൻ പെയിന്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു അണ്ടർ പെർഫോമിംഗ് സ്റ്റോക്കായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യലി ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന സമയത്ത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ചിടത്തോളം സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ജൂൺ മാസത്തിന് ശേഷം നമുക്ക് നല്ലൊരു റിക്കവറി ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഒരു മൊമെന്റം പ്ലേക്ക് വേണ്ടി കറന്റ് ലെവൽസിലെ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. ബട്ട് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 2,310 രൂപയിലെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് ആദ്യം ഫേസ് ചെയ്യാൻ പോകുന്നത് 2,520. ബട്ട് പെയിന്റ് ഇൻഡസ്ട്രിയിൽ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് സ്മോൾ ക്യാപ്പ് ആയിട്ടുള്ള ഇൻഡിഗോ പെയിന്റ്സിന്റെ കേസായിരുന്നു. ഇൻഡിഗോ പെയിന്റ്സിന്റെ കേസിൽ നമുക്ക് നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റ് പെർഫോം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ 1,240 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട. ആ റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് നമ്മൾ ഇന്ന് നേരത്തെ നിഫ്റ്റി 50യെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ നിഫ്റ്റി 50യുടെ കേസിൽ ഒരു ഹെവി വെയിറ്റ് നല്ലൊരു ബുള്ളിഷ്നെസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ഗ്രാസിം ഇൻഡസ്ട്രി. ഗ്രാസിം ഇൻഡസ്ട്രിയുടെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2,770. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 100-120 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രദീപ് സർ, ഇന്നിപ്പോൾ GMR എയർപോർട്ടാണ് മറ്റൊരു സ്റ്റോക്ക്. ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് GMRന്റെ ഓഹരികൾ ട്രേഡ് ചെയ്യുന്നത് ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം. GMRന്റെ ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ ജൂലൈ 31 കൃത്യം ഒരു വർഷം മുൻപായിരുന്നു 103 രൂപ എന്നുള്ള ഒരു ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് GMRന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? GMR is a small cap stock. ആൻഡ് ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ജൂൺ മാസത്തിന് ശേഷം നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു, അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് GMR എയർപോർട്ടിനേക്കാൾ എനിക്ക് ഇന്ന് മറ്റൊരു സ്റ്റോക്ക്, പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് ഇന്ന് വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് HDB ഫിനാൻഷ്യൽ സർവീസസ്. ഇന്ന് കാലത്ത് നമ്മുടെ മാർക്കറ്റ് പ്ലസ് പ്രോഗ്രാമിൽ അനിൽ എൻ്റെ NSDL IPOനെ കുറിച്ച് ചോദിക്കുക. സോ അതിൽ ഞാൻ സൂചിപ്പിച്ചത് IPOയിൽ വരുന്ന പല നല്ല കമ്പനികളുടെ ഷെയർസ് ഓവർ വാല്യൂഡ് ആയിട്ട് മാർക്കറ്റിൽ വരുന്നത് കാണുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്കിലൊക്കെ വലിയ ഹെവി സെല്ലിങ് നമ്മൾ കാണാറുണ്ട്. HDB ഫിനാൻഷ്യൽ സർവീസസ് ഈ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം ഇന്നലെ പുതിയൊരു ഓൾ ടൈം ലോ ലെവൽ 740 രൂപയ്ക്ക് അടുത്തായിരുന്നു ക്ലോസിംഗ്. ബട്ട് എനിക്ക് തോന്നുന്നത് കറന്റ് ലെവൽസ് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരിക്കും. നമ്മളെ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഇത്തരം സ്റ്റോക്സ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്.
പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് പിരമൽ എന്റർപ്രൈസസ് ആണ്. Q1 റിസൾട്ടുകൾക്ക് ശേഷം ഇന്നൊരു പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ്. 2% കൂടുതൽ. ഒരു റിസൾട്ടുകൾക്ക് ശേഷം പല ബ്രോക്കറേജുകളും മിക്സഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് തന്നിരിക്കുന്നത്. അതിൽ സിറ്റി ബ്രോക്കറേജ് ടാർഗറ്റ് റൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ഒക്കെ നൽകിയിരിക്കുന്നു. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? എന്റർപ്രൈസസിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 1250 സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. റിസ്ക് ടു റിവാർഡ് റേഷ്യോ നോക്കുമ്പോഴേക്കും വളരെ ഫേവറബിൾ ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസബിൾ അല്ല. ഈ ബാങ്കിംഗ് മേഖലയിൽ നിന്നും ബാങ്ക് ഓഫ് ഇന്ത്യയാണ് മറ്റൊരു സ്റ്റോക്ക്. ഇന്ന് 2.5% കൂടുതൽ ഒരു പെർഫോമൻസ് നടത്തുന്നു ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 115 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുമെന്ന ഒരു സൂചനയും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ വളരെ മേജർ 2 റെസിസ്റ്റൻസ്, ആദ്യത്തെ 122, അതിനുശേഷം 131. ഈ 2 ലെവൽസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. പ്രദീപ് സർ, ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു ടോപ്പ് ലോസർ പട്ടിക പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി വന്നിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ടാറ്റ മോട്ടോഴ്സ് തന്നെയാണ് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത്. ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നു. 3.26, അതായത് 3% കൂടുതലുള്ള ഒരു ഇടിവിലേക്ക് ടാറ്റ മോട്ടോഴ്സ് നീങ്ങിയിരിക്കുകയാണ്. നിലവിൽ 690 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ നിലവിലത്തെ ട്രെൻഡ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കാം. 660 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഹെവി സെല്ലിംഗ് ഈ സ്റ്റോക്ക് നേരിടും. സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ആണെങ്കിൽ 720 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തിലക് നഗർ ഇൻഡസ്ട്രീസിന്റെ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 52 വീക്ക് ഹൈ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ നമ്പേഴ്സിന് ഗ്രോത്തിന് ശേഷം ഇന്നത്തെ ഒരു വാർത്തകളുടെ പുറമെ, അല്ലെങ്കിൽ ഈ തിലക് നഗർ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇംപീരിയൽ ബ്ലൂ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇടിവിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 5% കൂടുതൽ ഇടിവ് ഓൾറെഡി സ്റ്റോക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. തിലക് നഗർ ഇൻഡസ്ട്രീസിലുള്ള സാറിന്റെ ടേക്ക് എങ്ങനെയാണ്? തിലക് നഗർ ഇൻഡസ്ട്രീസിന്റെ കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ടൊരു കാണാൻ സാധിക്കുന്നില്ല. ബട്ട് എങ്കിലും ഈ സ്റ്റോക്ക് നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. ഏകദേശം 200 രൂപയിൽ നിന്നും ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും 520 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. സോ ഇന്നത്തെ ഇടിവ് ഇറ്റ് ഈസ് ഓൺലി എ നോർമൽ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. ബട്ട് ഈ കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇതിൽ ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം പൊസിഷൻ മാനേജ് ചെയ്യാൻ. പ്രദീപ് സാർ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ കമൻ്റായിട്ട് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗോ കളേഴ്സ്, അതായത് ഗോ ഫാഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളമാണ്. നിലവിലൊരു പോസിറ്റീവ് നോട്ടിൽ 832 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ ഒരു പെർഫോമൻസ്, സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിലാണ് 1407 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ ട്രേഡ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. ഗോ ഫാഷനിലുള്ള സാറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഗോ ഫാഷന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 815 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ നമുക്കൊരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 922 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പ്രദീപ് സർ, അവസാനമായിട്ട് ഏതെങ്കിലും സെക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ജാസ്മിൻ, നമുക്ക് നിഫ്റ്റി 50യുടെ ട്രെൻഡ് റിവേഴ്സൽ നടക്കാതെ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ പുതിയ പൊസിഷൻസ് എടുക്കുന്നത് വളരെ റിസ്കി ആയിരിക്കും. എങ്കിലും ഇന്ന് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന 2-3 സ്റ്റോക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒന്ന് HDB ഫിനാൻഷ്യൽ സർവീസസ്, മറ്റൊന്ന് ഗ്രാസിം ഇൻഡസ്ട്രി, ന്യൂലാൻഡ് ലബോറട്ടറി ആൻഡ് നാലാമത്തത് വന്നിട്ട് കെംകോൺ സ്പെഷ്യാലിറ്റി കെമിക്കൽസ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. താങ്ക് യു ജാസ്മിൻ. സൂരജ് സാർ, ഒരുപാട് കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും കമ്പനീസിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ട് സാർ വാച്ച് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇനി ഡയറക്റ്റ് സ്പോട്ട്ലൈറ്റിലേക്കാണ് പോകുന്നത്?
നമുക്ക് സ്പോട്ട് ലൈറ്റിലേക്ക് പോകാം. കാര്യം വെച്ചാൽ ഏതാണ്ട് റിസൾട്ട്സ് ഒക്കെ ആക്സ് എക്സ്പെക്റ്റഡ് തന്നെയാണ്. എവിടെയും ഒരു ഔട്ട്ലയർ റിസൾട്ട്സ് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ GMR എയർപോർട്ട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. GMR എയർപോർട്ട്സിനെ സംബന്ധിച്ച് ഒരുപാട് ഹെഡ് വിൻഡ് ഉണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ അറിയാലോ, ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് കാരണം കുറേ നാൾ എയർപോർട്ടും എയർ സ്പേസും അടച്ചു വെച്ചു. അത് മാത്രമല്ല, ഇറാൻ-ഇസ്രായേൽ യുദ്ധം കാരണം ഗൾഫ് മേഖലയിലും അടച്ചു വെച്ചു. പിന്നെ ഒരുപാട് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. ചില ടെർമിനൽ അല്ലെങ്കിൽ റൺവേകളിലൊക്കെ റെനോവേഷൻ നടക്കുന്നു. ഇത് കാരണം GMRൻ്റെ എയർപോർട്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ഡിസ്റപ്ഷൻ ഫേസ് ചെയ്ത ക്വാർട്ടറിൽ പോലും അവർ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. പിന്നെ GMR എയർപോർട്ടിൻ്റെ ഒരു പ്രശ്നം പോസിറ്റീവും പ്ലസും മൈനസും ഒന്ന് തന്നെയാണ്. കാര്യം വെച്ചാൽ ഇത് ഒരുപാട് കടമെടുത്തിട്ടാണ് ഇവർ വലിയൊരു എക്സ്പാൻഷൻ ചെയ്തേക്കണേ. അപ്പോൾ ഇപ്പോഴത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ആ കടം എടുക്കുന്ന ഫേസും എക്സ്പാൻഷൻ നടക്കുന്ന ഫേസുമാണ്. ഇത് ആ എക്സ്പാൻഷൻ നിർത്തി ക്യാഷ് ഫ്ലോ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ബിസിനസ് നന്നാവുന്നത്. ആ ക്യാഷ് ഫ്ലോ വരാനുള്ള സമയമായിട്ടില്ല. പക്ഷെ അല്ലാതെ തന്നെ ഈ സ്റ്റോക്ക് നല്ല ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കടമോടുകൂടി തന്നെ മാർക്കറ്റ് അതിനെ വാല്യൂ ചെയ്തേക്കുന്നത് വലിയ ഹൈ ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഡിപ്രസ്ഡ് ആയിട്ട് കിടന്നിട്ട് ക്യാഷ് ഫ്ലോ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോക്ക് കയറേണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. നമ്മൾ പറഞ്ഞു ഓവർ വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏതായാലും ഞാനത് മാറ്റി വെച്ചിട്ട് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിലേക്ക് വരാം. ഈ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിൽ ഞാൻ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലെ ഒരു ചെറിയൊരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനിയെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഈ കമ്പനി ഒരു റെക്കമെൻഡേഷൻ ആയിട്ടല്ലല്ലോ പറയുന്നത്. നമ്മളൊരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് ഈ കമ്പനി നമ്മുടെ ഈ സിസ്റ്റത്തിൽ എക്കണോമിയിൽ എന്ത് ചെയ്യണമെന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പഠിക്കണം. ഈ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ നമ്മൾ കേട്ടാണ് നമ്മൾ അതിൻ്റെയൊക്കെ കമൻട്രി അല്ലെങ്കിൽ ടിവിയിലോ പത്രങ്ങളിലോ ഒക്കെ വായിക്കാൻ നേരത്ത് അപ്സ്ട്രീം കമ്പനി, ഡൗൺ സ്ട്രീം കമ്പനി, ഏതാണ്ട് മിഡ് സ്ട്രീം കമ്പനി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് അറിയാം, ചിലർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ ഞാൻ അതിനെ കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ അതിനകത്ത് 3 ലെവലിലാണ് കമ്പനികൾ. ആദ്യം അപ്സ്ട്രീം കമ്പനി. അപ്സ്ട്രീം കമ്പനി എന്ന് പറയുന്നത് അപ്സ്ട്രീം ആണ്, അപ്പെന്നാണ് പേരെങ്കിലും ഏറ്റവും താഴത്തെ ലെവലിൽ വർക്ക് ചെയ്യുന്നവരാണ് ഈ അപ്സ്ട്രീം കമ്പനി എന്ന് പറഞ്ഞാൽ. അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ്, എവിടെയാണ് ഓയിൽ ഉള്ളതെന്ന് സർവേ ചെയ്യുന്നു. സർവേ ചെയ്തിട്ട് അവിടെ ഡ്രില്ലിംഗ് നടത്തുന്നു. അവിടെ ഡ്രില്ലിംഗ് നടത്തിയിട്ട് അവിടുന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്സ്ട്രീം ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ അപ്സ്ട്രീം ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ONGC, പിന്നെ ഓയിൽ ഇന്ത്യ. ഓയിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ONGCയുടെ ചെറിയൊരു മിനിയേച്ചർ കമ്പനിയാണ് ഓയിൽ ഇന്ത്യ എന്ന്. അപ്പോൾ ONGC, ഓയിൽ ഇന്ത്യ, സെലാൻ എക്സ്പ്ലോറേഷൻ, ഹിന്ദുസ്ഥാൻ ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനി, റിലയൻസ് ഇൻഡസ്ട്രീസ്. അവരൊക്കെയാണ് എവിടെയൊക്കെയാണ് ഓയിൽ ഉണ്ടെന്നുള്ള സർവേ കണ്ടുപിടിച്ച് അത് ഡ്രില്ല് ചെയ്ത് അതിനെ വലിച്ചെടുക്കുന്നതിനാണ് ഇതിനെയാണ് നമ്മൾ അപ്സ്ട്രീം കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി ഈ അപ്സ്ട്രീം കമ്പനീസിൻ്റെ മുകളിൽ വരുന്നതാണ് മിഡ് സ്ട്രീം കമ്പനീസ്. ഈ മിഡ് സ്ട്രീം കമ്പനീസ് ചെയ്യുന്നത് എന്താ അറിയോ, ട്രാൻസ്പോർട്ടേഷൻ. അതായത് ആ നമ്മൾ ഡ്രില്ല് ചെയ്തെടുത്തല്ലോ ഓയിൽ, അതിനെ ട്രാൻസ്പോർട്ടേഷൻ, ആ ഓയിലിനെയും ഗ്യാസിനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് ഈ മിഡ് സ്ട്രീം കമ്പനീസ്. പൈപ്പ് ലൈൻസ്, ചിലത് കപ്പലിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ചിലത് റെയിൽ വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ചിലത് റോഡ് വഴിയാണ്, അല്ലെങ്കിൽ ചിലത് LNG കണ്ടെയ്നറുകളിലാണ്. ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മിഡ് സ്ട്രീം കമ്പനീസ് പറഞ്ഞാൽ. അവിടെ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേറ്റഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ ട്രക്കിൽ കൊണ്ടു നടക്കണം മാത്രമല്ല കേട്ടോ. അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫ്രം ദ എന്താ പറയുക എക്സ്പ്ലോറേഷൻ ഏരിയ ടു ദ മറ്റുള്ള റിഫൈനിങ് ഏരിയ അല്ലെങ്കിൽ എൻ കൺസ്യൂമറിന് കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി അഗെയിൻ ഗെയിൽ. അത് കഴിഞ്ഞ് ഗെയിലാണല്ലോ ഗ്യാസ് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, HPCL. നമ്മുടെ ഇവിടെ കൊച്ചി തന്നെ തൃപ്പൂണിത്തുറ HPCL ഒക്കെ ഉണ്ടല്ലോ. ആ HPCL, റിലയൻസ്, അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ട്രാൻസ്പോർട്ടേഷനിൽ. അപ്പോൾ റിലയൻസ് ശരിക്കും പറഞ്ഞാൽ ഡ്രില്ലിങ്ങിലും ഉണ്ട്, ഈ ട്രാൻസ്പോർട്ടേഷനിലും ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഡൗൺ സ്ട്രീം കമ്പനീസ്. ഈ ഡൗൺ സ്ട്രീം കമ്പനീസ് അതായത് അപ്സ്ട്രീം, മിഡ് സ്ട്രീം, ഡൗൺ സ്ട്രീം. അപ്പോൾ ഈ ഡൗൺ സ്ട്രീം കമ്പനീസ് ആണ് ശരിക്കും പറഞ്ഞാൽ റിഫൈനറീസ് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ റീറ്റെയിലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതും അവിടെയാണ്. റിഫൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൂഡ് ഇവിടുന്ന് നമ്മൾ എക്സ്പ്ലോറേഷൻ ചെയ്തു, എടുത്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു. ഈ ട്രാൻസ്പോർട്ട് ചെയ്യണമാണല്ലോ മിഡ് സ്ട്രീം കമ്പനീസ്. അവിടുന്ന് ഡൗൺ സ്ട്രീം കമ്പനീസിലേക്ക് എത്തിക്കുന്നു. അതായത് ഡൗൺ സ്ട്രീം കമ്പനീസ് എന്ന് പറഞ്ഞാൽ ഒരു റിഫൈനിങ് കമ്പനി, റിഫൈൻ ചെയ്തിട്ട് നമ്മൾ ക്രൂഡ് പ്രൊഡ്യൂസ് ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് വരുന്നത്. അത് മാത്രമല്ല നമ്മൾ റീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്, പെട്രോൾ പമ്പ് വഴി, അല്ലെങ്കിൽ LNG ടെർമിനൽ വഴി, അല്ലെങ്കിൽ LPG സിലിണ്ടറിലേക്ക്, അല്ലെങ്കിൽ CNG ഫോർ വെഹിക്കിൾസ്, അല്ലെങ്കിൽ എയർലൈൻസിന് ഫാക്ടറീസ് ഒക്കെ സപ്ലൈ ചെയ്യണത് ഈ പറയുന്ന പോലെ ഡൗൺ സ്ട്രീം കമ്പനീസ് ആണ് എന്നുള്ളതാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ റീറ്റെയിലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അവിടെയുള്ള പ്ലെയേഴ്സാണ് എഗെയിൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, HPCL, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ്, ഗെയിൽ. അതൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഡൗൺ സ്ട്രീം കമ്പനീസ്, അവിടെയാണ് റിഫൈനറി, സർവേ, റിഫൈനിങ് ഒക്കെ നടക്കുന്നത് അവിടെയാണ്. റിഫൈനിങ് അല്ല, സർവേ നടക്കുന്നത്, ഡ്രില്ലിംഗ് നടക്കുന്നത്, എക്സ്ട്രാക്ഷൻ നടക്കുന്നതൊക്കെ അവിടെ.
അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതാണ് മിഡ് സ്ട്രീം കമ്പനീസ്. ആ മിഡ് സ്ട്രീം കമ്പനീസ് കൊണ്ടെത്തിക്കുന്നത് ഒരു റിഫൈനിങ് കമ്പനീസിലോ അല്ലെങ്കിൽ എൻ കൺസ്യൂമറിലോ ആണ് എന്നുള്ളതാണ്. അതാണ് ഡൗൺ സ്ട്രീം കമ്പനീസ് എന്ന് പറയുന്നത്. എൻ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ കാർ ഉപയോഗിക്കുന്നവരൊക്കെ പെട്രോൾ പമ്പ് വഴി മേടിക്കുന്നു. ഇപ്പോൾ ഡൗൺ സ്ട്രീം കമ്പനീസ് ഒക്കെയാണ് ഈ പറയുന്നത്. അപ്പോൾ 3 ലെവലിലുള്ള കമ്പനീസാണ് ഉള്ളത്. അതിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് ഡീപ്പ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി. അത് വളരെ സ്മോൾ ക്യാപ് സെക്ടറാണ്, സ്മോൾ ക്യാപ് കമ്പനിയാണ്. 1991 തുടങ്ങിയതാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഡ്രില്ലിംഗ് ഇൻഡസ്ട്രി. അതായത് നമ്മൾ ഈ ഡൗൺ സ്ട്രീം ഈ അപ്സ്ട്രീം പറഞ്ഞല്ലോ, അപ്സ്ട്രീമിൽ ONGC പോലുള്ള കമ്പനികളാണല്ലോ ഇത് സർവേ ചെയ്ത് അത് ഡ്രില്ല് ചെയ്ത് ഓയിലിന് എക്സ്ട്രാക്ഷനും പ്രൊഡക്ഷനും ചെയ്യുന്നു. അങ്ങനെയുള്ള ONGC പോലെയുള്ള കമ്പനികളെയോ അല്ലെങ്കിൽ ഓയിൽ ഇന്ത്യ പോലെയുള്ള കമ്പനികളെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹിന്ദുസ്ഥാൻ ഓയിൽ എക്സ്പ്ലോറേഷൻ പോലെയുള്ള കമ്പനിയെയോ അല്ലെങ്കിൽ സെലാൻ എക്സ്പ്ലോറേഷൻ പോലെയുള്ള കമ്പനികളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് കൊടുക്കുന്ന കമ്പനിയാണ് ഈ ഡീപ്പ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ്പ് ഇൻഡസ്ട്രീസിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ONGCക്ക് ഇപ്പോൾ ഇവിടെ ഓയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ സർവേ ചെയ്ത് ഇവിടെ ഓയിൽ കണ്ടുപിടിച്ച് ഇനി അതിനെ ഡ്രിൽ ചെയ്തിട്ട് ഈ ഓയിലിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിച്ചെടുക്കും. ഈ വലിച്ചെടുക്കാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ അവരുടെ പൈപ്പുകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രഷർ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യും. ഈ ഓയിലിൻ്റെ പ്രോസസ്സില്ല, പ്രഷർ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യുക, വാട്ടർ വേപ്പറൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പൈപ്പിൽ പ്രശ്നം തരുമ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് എക്യുപ്മെൻറ്റ്സും കംപ്രസറും വേണം. ആർക്ക്? ONGCക്ക് എന്ത് ചെയ്യാം? ഈ എക്യുപ്മെൻറ്റ്സും ആൻഡ് കംപ്രസറും മേടിച്ച് അവർക്ക് എപ്പോഴും വയ്ക്കാം. പക്ഷേ ONGC പോലത്തെ കമ്പനികളൊന്നും മേടിച്ച് വെക്കില്ല. കാര്യം വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അപ്ഗ്രഡേഷൻ വരും. എപ്പോഴും ഇതിന് കാശ് ചിലവാക്കേണ്ട കാര്യമില്ല. നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഡ്രിൽ ചെയ്യാനുള്ള ടൂള് നമ്മൾ എപ്പോഴും മേടിച്ച് വെക്കാറില്ലല്ലോ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഡ്രില്ലിംഗ് ഇല്ല. നമുക്ക് വല്ലപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കടമെടുക്കും എന്ന് പറയുന്നതിൽ ONGC ഈ പറയുന്ന പോലെ എക്യുപ്മെൻറ്റ്സും കംപ്രസേഴ്സും കടമെടുക്കുന്ന കമ്പനിയാണ് ഡീപ്പ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഡീപ്പ് ഇൻഡസ്ട്രീസിനടുത്ത് ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് ഓയിൽ പ്രഷർ അല്ലെങ്കിൽ ഗ്യാസ് പ്രഷർ ഡ്രോപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ആ പൈപ്പ് ലൈനിൽ ക്രിയേറ്റ് ചെയ്തു ഗ്യാസ് എക്സ്ട്രാക്ട് ചെയ്യാൻ നേരത്ത്, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ എക്യുപ്മെൻറ്റ്സും കംപ്രസറും സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ഡീപ്പ് ഇൻഡസ്ട്രീസ്. പറഞ്ഞാൽ അത് സപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ, അതായത് അവർ ഹയറിന് കൊടുക്കും. ഡീപ്പ് ഇൻഡസ്ട്രീസ് ഇത് ഹയറിന് കൊടുത്തിട്ട് ഒരു റെൻ്റൽ മേടിക്കും, അതിൻ്റെ കൂടെ അവരുടെ ടെക്നീഷ്യൻസിനും കൊടുക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് ഇൻഡസ്ട്രീസിൻ്റെ ഏറ്റവും വലിയ റവന്യൂ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ONGCക്ക് വേണമെങ്കിൽ ഇത് ഔട്ട്സോഴ്സ് ചെയ്യാം. ONGCക്ക് ഈ ഗ്യാസ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സിന്റെ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡീപ്പ് ഇൻഡസ്ട്രീസിനെ ഔട്ട്സോഴ്സ് ചെയ്യാം. അപ്പോൾ ഡീപ്പ് ഇൻഡസ്ട്രീസ് റെന്റൽ മാത്രമല്ല ചെയ്യുക, ഡീപ്പ് ഇൻഡസ്ട്രീസ് വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അതായത് ഡ്രില്ല് ചെയ്ത് കൊടുക്കും, അതിനെ ഗ്യാസിനെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കും, പിന്നെ പൈപ്പ് ലൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഡീപ്പ് ഇൻഡസ്ട്രീസ് ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഇതുകൊണ്ട് ONGCക്കുള്ള ഗുണം എന്താ? അത്രയും ക്യാപെക്സ് ഇതിനു വേണ്ടിയൊന്നും കളയണ്ട, സമയത്തിന് കളയണ്ട. അവരുടെ കോർ ആക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. അത് മാത്രമല്ല, വെറുതെ ഈ എക്യുപ്മെൻസിനും കംപ്രസറിനും ഒക്കെ കാശ് കൊടുത്ത് അടുത്ത അപ്ഗ്രഡേഷൻ വരുമ്പോൾ അത് വീണ്ടും വാങ്ങിച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ കമ്പനികളുടെ ഇത് സാധനങ്ങൾ ഹയർ ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പനിക്ക് സബ് കോൺട്രാക്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഡീപ്പ് ഇൻഡസ്ട്രീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നാച്ചുറൽ ഗ്യാസ്, അതായത് ഈ ഗ്യാസ് ഇത് പൈപ്പ് ലൈനിലൊക്കെ ഈ ഗ്യാസ് പ്രഷറിനെ ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടിയും കൂടെ ഡീപ്പ് ഇൻഡസ്ട്രീസ് ചെയ്യും. അത് ഏതാണ്ട് അവർ 35 to 40% ഓഫ് സ്റ്റാൻഡ് അലോൺ ബിസിനസ് തന്നെ അതാണ്. ഏതാണ്ട് 60%, 55 to 60% വരെ ആ വെർട്ടിക്കലിൽ നിന്ന് അവർക്ക് ആ മാർജിൻ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോരാതെ അവർ ഈ നമ്മൾ പറഞ്ഞില്ലേ, ഈ പൈപ്പ് ലൈനിലൊക്കെ വാട്ടർ വേപ്പറൊക്കെ കയറി ഇമ്പ്യൂരിറ്റി ഒക്കെ ഉണ്ടാവും. ആ ഇമ്പ്യൂരിറ്റീസിനൊക്കെ എടുത്ത് കളയാൻ വേണ്ടി ഈ ക്ലീൻ ഗ്യാസ്, അതായത് ആ ഗ്യാസ് ഹൈഡ്രേഷൻ സർവീസസ് ചെയ്യുന്ന ഒരു സർവീസസും കൂടെ ഈ പറയുന്ന പോലെ ഡീപ്പ് ഇൻഡസ്ട്രീസ് ചെയ്യുന്നു. അത് ഏതാണ്ട് 10% ഓഫ് റവന്യൂ മാത്രമേ ഉള്ളൂ. അതും ഭേദപ്പെട്ട മാർജിനാണ്. ഈ പൈപ്പ് ലൈൻ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഡീപ്പ് ഇൻഡസ്ട്രീസ് ഈ ഗ്യാസ് ഹൈഡ്രേഷൻ സർവീസസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ സർവീസ്. മൂന്നാമത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഡ്രില്ലിംഗ് റിഗ്സ്, അതായത് 35% റവന്യൂ ആണ് അത് കിട്ടുന്നത്. ഈ ONGC പോലുള്ള കമ്പനിക്ക് റിഗ് കൊടുത്ത് അവർ ഡ്രില്ലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അവർക്ക് ഏതാണ്ട് 17 റിഗ് അവർ ഓൺ ചെയ്യുന്നുണ്ട്. ഈ 17 റിഗ് എന്ന് പറഞ്ഞാൽ 6 ഡ്രില്ലിംഗ് റിഗ്സും 11 വർക്ക് ഓവർ റിഗ്സ്. കാര്യം വെച്ചാൽ എങ്ങനത്തെ റിഗ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഈ ന്യൂ ഓയിൽ ഡ്രിൽ ചെയ്യാനുള്ള ഓയിൽ വെല്ലും ഇവർ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. അതുമാത്രമല്ല എക്സിസ്റ്റിംഗ് വെൽസിനെ ഈ പറഞ്ഞ പോലെ ഒന്ന് എൻഹാൻസ് ചെയ്യാനും ഈ ഡീപ്പ് ഇൻഡസ്ട്രീസ് സഹായിക്കും എന്നുള്ള. ഇത് കൂടാതെ അവർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് സർവീസ് ഉണ്ട്. അതൊരു വേറൊരു വെർട്ടിക്കലാണ്. അതായത് ടേൺ കീ പ്രോജക്റ്റ് ആയിട്ട് എടുത്ത് ചെയ്യുക, EPC കോൺട്രാക്റ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ ഓഫ് ഷോർ മറൈൻ സർവീസസ്, അതായത് സപ്ലൈ വെസൽസ്, ടഗ്സ്,
അക്കോമഡേഷൻ ബാർജസ് ഒക്കെ റെൻറ്റിനും ലീസിനും കൊടുക്കുക എന്നുള്ള, പിന്നെ കംപ്രസർ ബൂസ്റ്റർ മാനുഫാക്ചറിങ് ഇവർ ചെയ്യുന്നുണ്ട്, പിന്നെ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റ്സിൻ്റെ ട്രേഡിങ്ങും ചെയ്യുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്മോൾ ക്യാപ് കമ്പനി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹൈ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡീപ്പ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതിൻ്റെ റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 കൊല്ലം 21% ഗ്രോ ചെയ്തു. അതിൻ്റെ റവന്യൂ നെറ്റ് പ്രോഫിറ്റ് 24%മാണ് 3 കൊല്ലം കൊണ്ട് ഗ്രോ ചെയ്തത്. FY25 റവന്യൂ അവരെ നോക്കുകയാണെങ്കിൽ 576 കോടിയാണ് അവരുടെ റവന്യൂ. അവരുടെ നെറ്റ് പ്രോഫിറ്റ് 134 കോടിയാണ്. മാർജിൻ 40% എന്നുള്ള. ഈ നെറ്റ് പ്രോഫിറ്റ് ശരിക്കും പറഞ്ഞാൽ 251 crore കാണിക്കും കേട്ടോ. ഞാനത് 134 കാണിക്കാൻ നേരത്തെ അതിനകത്തൊരു വൺ ഓഫ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിനെ എടുത്ത് കളഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബുക്ക് വാല്യൂ 1820 കോടിയാണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസ് ബാങ്ക് ബാലൻസ് 51 കോടി ഉണ്ട് എന്നുള്ളതാണ്. ബോറോയിങ് കൊണ്ട് ചെറിയ രീതിയിൽ 200 കോടിയാണ്. കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് 440 ആയിരുന്നു, അതായത് 2800 കോടി മാർക്കറ്റ് ക്യാപ്പ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 210 കോടി. ROCE 12%, 15% താഴെയാണ്. അത് ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രൊമോട്ടേഴ്സിന് 63% സ്റ്റേക്ക് ഉണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് 2.2%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് 1.17%, പബ്ലിക്കിൻ്റെ കയ്യിലാണ് 33% ഷെയർ ഹോൾഡിങ്ങും ഉള്ളതെന്നുള്ളത് ഒന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഗൈഡൻസ് അവർ പറയുന്നത് FY26 അവരുടെ റവന്യൂ 25 to 30% ഗ്രോ ചെയ്യാം. നെറ്റ് പ്രോഫിറ്റ് 40 to 45%, നെറ്റ് പ്രോഫിറ്റ് റവന്യൂവിനെക്കാളും ഭയങ്കര രീതിയിൽ നെറ്റ് പ്രോഫിറ്റ് ഗ്രോ ചെയ്യാം. അതുമല്ല ഫാസ്റ്റർ ബോട്ടം ലൈനാണ്, ടോപ്പ് ലൈനിലേക്കാണ്. FY27 അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 1000 കോടി ടേൺ ഓവറാണ്. ഇപ്പോൾ 576 കോടി. അപ്പോൾ 2 കൊല്ലത്തിനുള്ളിൽ അവർ റവന്യൂ ഡബിൾ ചെയ്യുന്ന അവരുടെ ഗൈഡൻസ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയില്ല, നമ്മളിത് റെക്കമെൻഡേഷനായിട്ട് പറയുകയില്ല, ഇത് സോളിസിറ്റേഷനും അല്ല, അഡ്വൈസും അല്ല, റെക്കമെൻഡേഷനും അല്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയുന്നു. ഇത് ശരിക്കും നമ്മളൊരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടും എവിടെയാണ് ഡീപ്പ് ഇൻഡസ്ട്രീസ് ഓയിൽ ആൻഡ് ഗ്യാസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അക്കാഡമിക് പർപ്പസിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ സ്റ്റോക്ക് പിക്കിംഗ് ഏതായാലും ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിനെ കൺസൾട്ട് ചെയ്ത് മാത്രം ചെയ്യുക. ഒരു പേഴ്സണൽ ഡിസ്ക്ലോഷറും ഡിസ്ക്ലൈമറും കൂടി ഞാനോ ജാസ്മിനോ ഞങ്ങളുടെ റിലേറ്റീവ്സോ ഇത് ഹോൾഡ് ചെയ്യുന്നില്ല. ബാക്കി ജാസ്മിന് പറയാം. യെസ്, ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഒരുപാട് സ്റ്റോക്സിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സും ഫണ്ടമെന്റലും സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ ഓപ്പണിംഗ് അവരുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.